Today, from the soil of Bihar, I say to the whole world, India will identify, track, and punish every terrorist and their backers. We will pursue them to the ends of the earth. ജയ് ഹിന്ദ്. പഹൽഗാമിൽ നിരപരാധികളുടെ ചോര വീണപ്പോൾ ഭാരതമെമ്പാടുമുള്ള ഭാര്യമാരുടെ, അമ്മമാരുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, മക്കളുടെ കണ്ണീർ വീണപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലോകത്തോടൊരു കാര്യം പറഞ്ഞു. നട്ടല്ലൊടിച്ചിരിക്കും ഭീകരതയുടെ, ഭൂമിയുടെ അറ്റം വരെ പിന്തുടർന്നിരിക്കും, തേടിപ്പിടിച്ചിരിക്കും, ചിന്തിക്കാനാവാത്ത തരത്തിലുള്ള തിരിച്ചടി നൽകിയിരിക്കും. വെറും വാക്കായിരുന്നില്ല, പുരപ്പുറത്ത് കയറി നടത്തിയ മൈതാന പ്രസംഗമായിരുന്നില്ല. പറന്നു പൊങ്ങിയത് റഫാൽ ഫൈറ്റർ ജെറ്റുകൾ. വ്യോമാതിർത്തി കടന്നില്ല, സിവിലിയൻ മേഖലകൾ ലക്ഷ്യം വെച്ചില്ല, സൈന്യത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളെ തൊട്ടില്ല. പക്ഷേ 1, 2, 3 എണ്ണി 9 ടാർഗറ്റുകൾ. പാകിസ്ഥാൻ പഞ്ചാബിൽ 4, പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ 5. കൃത്യമായി ഉന്നമൊട്ടും പിഴയ്ക്കാതെ തേടിച്ചെന്നു സ്കാൽപ് ക്രൂസ് മിസൈലുകൾ. ചുട്ടരിച്ചു, ചാരമാക്കി. ഇല്ല, കനലൊരു തരിയും ബാക്കിയില്ല. ഏ നയാ ഹിന്ദുസ്ഥാൻ ഹേ, യേ ഘർ മേ ഘുസേഗാ ഭി ഓർ മാരേഗാ ഭി. ഇത് പുതിയ ഭാരതം. കടന്നു കയറിയിരിക്കും, എവിടെ പോയി ഒളിച്ചാലും തേടി പിടിച്ചിരിക്കും, ഉന്മൂലനം ചെയ്തിരിക്കും. വെറും സിനിമ ഡയലോഗല്ല. മെയ് 7, 2025 പുലർച്ചെ 1:05-നും 1:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഭാരതം ചെയ്തു കാണിച്ചതാണിത്. സ്വാഗതം ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമുക്കൊപ്പം പ്രമുഖ നയതന്ത്രജ്ഞൻ KP ഫാബിയൻ, ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ്, കരസേനയുടെ മുൻ ഉപമേധാവി, മേജർ ജനറൽ ഇന്ദ്രപാലൻ, കാർഗിൽ വാർ വെറ്ററൻ, കേണൽ രാജീവ് മനാലി, മുൻ കരസേന ഓഫീസർ, ബ്രിഗേഡിയർ N ബാലൻ, മുൻ കരസേന ഓഫീസർ, ഡോക്ടർ G ഗോപകുമാർ, വിദേശകാര്യ വിദഗ്ധൻ, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP, PM നാരായണൻ, രാജ്യാന്തര മാധ്യമ പ്രവർത്തകൻ. നമുക്ക് നേരെ ശ്രീ KP ഫാബിയനിലേക്ക് പോകാം. ജനം സ്പെഷ്യൽ ഡിബേറ്റ്. സർ, ഗുഡ് ഈവനിങ്, നമസ്തേ. സൈന്യം നടത്തിയ വീരോചിതമായ പോരാട്ടം നാം കണ്ടു. അതിനു മുമ്പ് നയതന്ത്രപരമായി ഭാരതം എങ്ങനെ ഇതിന് കളമൊരുക്കി? 1. 2, നദികളിലെ വെള്ളം റെഗുലേറ്റ് ചെയ്യണം എന്ന് അങ്ങ് വളരെ പണ്ടേ ആവശ്യപ്പെട്ടാണ്. ശ്രീ KP ഫാബിയൻ, സ്വാഗതം ജനം TV ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക്. എന്താ പറയുക, നമ്മളുടെ കെയർഫുള്ളി കാൽക്കുലേറ്റഡ് സ്ട്രൈക്സ്, സർജിക്കൽ സ്ട്രൈക്സ് ആയിരുന്നു. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് ആയിരുന്നു. തന്നെയുമല്ല, ഇത് മിലിറ്ററി ടാർഗറ്റ്സിനെ അല്ല നോക്കിയത്, ഇത് ടെററിസ്റ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് നോക്കിയത്. അപ്പോ നമ്മളെല്ലാവരും നമ്മുടെ ആം ഫോഴ്സിന് സല്യൂട്ട് ചെയ്യണം. അതൊന്ന്. അതിന് മുമ്പ് താങ്കളുടെ ചോദ്യം എങ്ങനെയാണ് നമ്മൾ നയതന്ത്ര തലത്തിൽ ഇതിനുള്ള ഒരുക്കം തുടങ്ങിയതെന്ന്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി. അതായത് പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിൽ, UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു മെമ്പറാണ്. ഈ കാര്യം അവിടെ ഉന്നയിച്ചു, ഒന്നും കിട്ടിയില്ല. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഉന്നയിച്ചു, ഒന്നും കിട്ടിയില്ല. രണ്ടാമത്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അറിയാം പാകിസ്ഥാനാണ് പഹൽഗാമിന്റെ ഉത്തരവാദിത്വമെന്ന്. തന്നെയുമല്ല, ഇപ്പോൾ ഇതെല്ലാം പഠിക്കുന്നവർക്കറിയാം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആർമി ചീഫിനാണ്. കാരണം ജനറൽ മുന, അദ്ദേഹം ഈ 22 ഏപ്രിലിന് മുമ്പ് തന്നെ, കുറെ ദിവസങ്ങൾ മുമ്പ് തന്നെ ട്വീറ്റ് എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, അതായത് ബലൂചിസ്ഥാനിലുണ്ടായ ആ ട്രെയിൻ റെയ്ഡിന്റെ പിന്നിൽ ഇന്ത്യയുണ്ട്. അദ്ദേഹം പറഞ്ഞു ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഒരു കോട്ട് സ്ട്രാറ്റജിക് റെസ്പോൺസ് അൺകോട്ട് ഉണ്ടാവും.
അടുത്ത് തന്നെ എന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കാശ്മീർ പാകിസ്ഥാന്റെ ജഗുലർ വെയിൻ ആണെന്നും പറഞ്ഞു. അപ്പോ അദ്ദേഹം നമുക്ക് മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞാൽ ഏതാണ്ട് തന്നിരുന്നു. നമ്മൾ അത് വളരെ കാര്യമായിട്ടെടുത്തു. നമ്മളുടെ സെക്യൂരിറ്റി ലെവലിൽ ഒരുപാട് കൺസൾട്ടേഷൻസ് ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ പഹൽഗാമിന് സംഭവിച്ച സ്ഥലത്ത് ഏതാണ്ട് 2000 പേർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ. വേറെ അതിനേക്കാൾ വലിയ സ്ഥലങ്ങളിൽ കുറെ സിഗ്നൽസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതൊന്ന്. രണ്ടാമത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മുഴുവൻ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മൾ ചെയ്തത് സെൽഫ് ഡിഫൻസ് ആണ്. ഇത് ഒരു ഇൻവേഷൻ അല്ല, ഇതൊരു അറ്റാക്കും അല്ല, ഇതൊരു സെൽഫ് ഡിഫൻസ് ആക്ട് ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് കണ്ടു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് എ ഷെയിം ആൻഡ് ഐ വാണ്ട് ദിസ് ടു എൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അതായത് നമ്മൾ പ്രസിഡന്റ് ട്രംപിന്റെ സൈക്കോളജി മനസ്സിലാക്കണം. അദ്ദേഹം കാൻഡിഡേറ്റ് ആയിട്ട് പറഞ്ഞു യുക്രൈൻ വാർ 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കും. ഇതുവരെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഗാസയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് നെതന്യാഹുവിന് ഒരു എന്താ പറയാ കാർട്ട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ്. അത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ പറയാനുള്ളത്, ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ വീക്കർ പാർട്ടിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നത് ബുദ്ധിപരമായിരിക്കില്ല. എന്നാൽ വേറൊരു കാര്യമുണ്ട്, പാകിസ്ഥാനിലെ ലീഡർഷിപ്പ് സിവിലിയൻ തന്നെയല്ല, മിലിറ്ററി ലീഡർഷിപ്പാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. സിവിലിയൻ ലീഡർഷിപ്പ് വളരെ ഇൻസെക്യൂർ ആണ്. മിലിറ്ററി ലീഡർഷിപ്പ് വളരെ ഇൻസെക്യൂർ ആണ്. കാരണം ബലൂചിസ്ഥാനിലൊക്കെ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്സ് ഉണ്ടാകുന്നുണ്ട്. അതൊന്നും എന്താ പറയുക പ്രിവെന്റ് ചെയ്യാൻ മിലിറ്ററിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇൻസെക്യൂർ ലീഡർഷിപ്പ് ഉള്ളപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അവര് ബുദ്ധിപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കും. അതും എല്ലാം നമ്മൾ അത് എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഭാരതത്തിലെ ജനങ്ങൾ സർക്കാരിന്റെ വേറെ ചില നയങ്ങളോട് എന്താ യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഭാരതത്തിൽ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എന്താ പറയാ എക്സലൻസ്, അതിന്റെ മാജിക്. ശ്രീ ഫാബിയൻ, ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, നയതന്ത്രപരമായ ഒരു മുന്നൊരുക്കം ഭാരതം നടത്തിയിരുന്നു. ഒരു മുൻ നയതന്ത്ര വിദഗ്ധൻ എന്നുള്ള നിലയിൽ വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ഡീൽ ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ആദ്യം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നു, ഓരോ നേതാക്കളുമായി സംസാരിക്കുന്നു. നമ്മുടെ മുതിർന്ന ഭരണ നേതൃത്വം അവരുടെ കൗണ്ടർ പാർട്സുമായി സംസാരിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മറ്റ് സെക്യൂരിറ്റി അഡ്വൈസേഴ്സുമായിട്ട് സംസാരിക്കുന്നു. പ്രതിരോധ മന്ത്രി മറ്റ് പ്രതിരോധ മന്ത്രിമാരുമായിട്ട് സംസാരിക്കുന്നു, അതൊരു ഭാഗത്ത് ഉറപ്പാക്കുന്നു. UN സുരക്ഷാ കൗൺസിലിൽ ഇത് സംബന്ധിച്ച് ചർച്ച വരുന്നു. തലനാരിഴയ്ക്കാണ് പാകിസ്ഥാനും ചൈനയും കൂടി ചേർന്നിട്ടൊരു സുപ്രധാന പ്രഖ്യാപനത്തിൽ വെള്ളം ചേർത്ത് വിട്ടത്. പക്ഷേ ഇന്ന് അത് ചർച്ചയ്ക്ക് ഒരുവിൽ വന്നപ്പോൾ ഇന്നലെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന കാഴ്ച നാം കണ്ടു. ഭാരതത്തെ രാജ്യാന്തര തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ തർക്കത്തെ, ഈ പ്രശ്നത്തെ രാജ്യാന്തരവൽക്കരിച്ച് ഇതൊരു ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റി രാജ്യാന്തര ഇടപെടൽ ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ ശ്രമം അമ്പേ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ചോദ്യമുനയിലായിരുന്നു പാകിസ്ഥാൻ. എങ്ങനെ ടൂറിസ്റ്റുകളെ തേടി പിടിച്ച് അവരുടെ മതം ചോദിച്ച് വെച്ച് വീഴ്ത്തി എന്ന്, എങ്ങനെ പാകിസ്ഥാനിലെമ്പാടും ഇങ്ങനെ ടെറർ നഴ്സറികൾ ഇങ്ങനെ തഴച്ചു വളരുന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ പതറി. ഒടുവിൽ UN സെക്യൂരിറ്റി കൗൺസിലിനെ കൺവിൻസ് ചെയ്യാൻ ഭാരതത്തിന് സാധിച്ചു. മറ്റൊന്ന്, അങ്ങ് തന്നെ പറഞ്ഞൊരു പോയിന്റ്, ഇന്ന് ഇത് നമ്മൾ ഒളിച്ചു ചെയ്തതല്ല, ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചു ചെയ്തു എന്ന് പറയാനാവില്ല. എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്ന്
ഭാരതത്തിൻ്റെ ധീരനാരികൾ ഇന്ന് വന്നിരുന്ന ലോകത്തോട് അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞു ഗ്രാഫിക്കലി. 1:05 തുടങ്ങി 1:30 അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. ഇവിടെ നാം നേടിയത് നയതന്ത്ര തലത്തിൽ കൂടി ഒരു വലിയ വിജയമല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ആ പ്രസ് കോൺഫറൻസ് താങ്കൾ കണ്ടു കാണുമല്ലോ. ഫോറിൻ സെക്രട്ടറിയും 2 എയർഫോഴ്സിന്റെയും ആർമിയുടെയും അപ്പോ എല്ലാം നമ്മൾ തുറന്നു പറയുവാണ്. അതിൽ ഒരുപാട് വീഡിയോസും ഉണ്ടായിരുന്നു. തന്നെയുമല്ല ഫോറിൻ സെക്രട്ടറി ഒരുപാട് അംബാസഡേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളെയും അല്ലാതെ ഉള്ളവരെയും ജർമ്മനിയൊക്കെ ഉണ്ടായിരുന്നു. വിളിച്ച് നമുക്ക് നമ്മുടെ സ്ഥിതി വളരെ കാര്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഭാരതത്തിന്റെ ഡിപ്ലോമസി വളരെ എന്താ പറയുക, ട്രാൻസ്പെറന്റ് ആണ്. ഭാരതം എല്ലാം തുറന്നു പറയുന്നു. ഭാരതം എന്തുകൊണ്ടാണ് നമ്മൾ ആ സ്ട്രൈക്ക് ചെയ്തതെന്ന് വളരെ യുക്തമായിട്ട് ലോജിക്കലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ലോകം അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു യുദ്ധം ചൈന ഒരു എക്സെപ്ഷൻ ആയിരിക്കാം, ടർക്കി ഒരു എക്സെപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ. കാരണം സീസ് ഫയർ വയലേഷൻസ് തുടരുന്നു. തന്നെയുമല്ല അവര് ഒരു മറുപടി കൊടുക്കുമെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ആർമി ചീഫും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഈ 2 രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് സ്റ്റംബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മേജർ ജനറൽ ഇന്ദ്രബാലൻ, കാർഗിൽ വാർ വെറ്ററൻ. ജയ് ഹിന്ദ് സാർ, സ്വാഗതം ജനറൽ ഡിബേറ്റിലേക്ക്. ആദ്യം തന്നെ അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന സേനാംഗങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. 2, വളരെ വലിയ വിജയം. എത്ര വലിയ വിജയം എന്നുള്ളത്, ഇഞ്ച് തെറ്റാതെ ക്രൂസ് മിസൈലുകൾ ലക്ഷ്യങ്ങളിലെത്തുന്നു. എങ്ങനെ എണ്ണി തറപ്പിച്ച് അക്കമിട്ട് ഉറപ്പിച്ച 9 ടാർഗറ്റുകൾ ചുട്ടരിച്ച് ചാരമാകുന്നു. അങ്ങയുടെ ആദ്യത്തെ പ്രതികരണം? ചുൻ ചുൻ കെ മാറെങ്കെ, അതായിരുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് പ്രകാരം അറ്റ് എ പ്ലേസ് ഓഫ് അവർ ചൂസിങ്, അറ്റ് ദി ഇന്റൻസിറ്റി ഓഫ് അവർ ചൂസിങ്, അറ്റ് എ ടൈം ഓഫ് അവർ ചൂസിങ്, നമ്മളൊരു സക്സസ്ഫുൾ മിഷൻ നടത്തിയിട്ടുണ്ട്. ഈ മിഷന്റെ സക്സസ് ഈസ് മെഷേർഡ് ബൈ ഇമ്പാക്ട് ഓൺ പാകിസ്ഥാൻ. പാകിസ്ഥാനിക്ക് ഇപ്പോൾ എങ്ങനെ റീറ്റാലിയേറ്റ് ചെയ്യണം അവർക്ക് അറിയില്ല. ദേ ആർ ഇൻ എ പാരലൈസ്ഡ് സിറ്റുവേഷൻ. അവരുടെ മൈൻഡും ബോഡിയും ഫിസിക്കൽ സിറ്റുവേഷനും എല്ലാം ഒരു പാരലിസിസിലാണ്. അതാണ് അവരുടെ റിയാക്ഷൻ വരുന്നത്, അവരുടെ ഒരു റെസ്പോൺസ് വരുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ദി പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഈസ് സെയിങ് സംതിങ്, ഫോറിൻ മിനിസ്റ്റർ ഈസ് സംതിങ്, ആൻഡ് ദ മിലിറ്ററി ഹെഡ് ക്വാർട്ടർ ഈസ് സെയിങ് സംതിങ്. പിന്നെ അവർ വാക്ക് മാറ്റിയിട്ട് വേറെ എന്തോ പറയുന്നുണ്ട്. They are saying they are willing to stop in case India is willing to stop. Quickly, soon after that, they are saying they will retaliate. അവർക്ക് തന്നെ അറിയില്ല എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന്. That is the supreme strategy followed by the government of India, which has been manifested in the accurate strike at 9 different locations in Pakistan-occupied Jammu and Kashmir, as well as deep strike in Bahawalpur, 100 kilometers inside Pakistan. That is the impact that we have done. Pakistan, the reaction namukku watch cheyanam. India is prepared the way to go ahead. Nammude rajyathinte, if they touch any part of India in retaliation, avarku marvadi will be much stronger than what has been exhibited. നമ്മുടെ തീം തന്നെ ഏ ഹെ നയാ ഹിന്ദുസ്ഥാൻ എന്നുള്ളതാണ്. ഏ നയാ ഹിന്ദുസ്ഥാൻ ഹേ എന്ന് പറയുന്നു. ഇതിൽ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നാം കണ്ടിട്ടുണ്ട് ഭീകരാക്രമണങ്ങൾ. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചുൻ ചുൻ കെ മാറേങ്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ വെറും വാക്കിൽ ഒതുക്കാതെ ഈ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു മുന്നൊരുക്കം? ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതായത് ഏതെങ്കിലും അതിർത്തിക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു ടാർഗറ്റിലേക്ക് ഇങ്ങനെ മിസൈൽ പായിച്ചു വിടുകയായിരുന്നില്ല. കൃത്യമായ വിവരങ്ങൾ. ഇന്ന് മിലിറ്ററിയും
മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ചേർന്ന് നടത്തിയ ബ്രീഫിങ്ങിൽ ഗ്രാഫിക്സോടുകൂടി പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടി വീഡിയോയുടെ സഹായത്തോടുകൂടി നമ്മെ കാണിച്ചു തരുന്നു. മർക്കസ് സുബാൻ അല്ല തൊട്ട് ബഹാവൽപൂർ, അങ്ങ് പറഞ്ഞ പോലെ പഞ്ചാബിൽ സാക്ഷാൽ അസർ മസൂദിന്റെ താവളം, അജ്മൽ കസബിനെയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പോലുള്ളവരെ വാർത്തെടുത്ത താവളമടക്കം അടിച്ച് തകർത്ത് ചാരമാക്കുമ്പോൾ നമ്മുടെ വിജയം. യെസ്, ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, ഹിസ്ബുൽ മുജാഹിദീൻ, ഈ 3 ടെറർ ഔട്ട്ഫിറ്റിന്റെ അവരുടെ ഔട്ട്ഫിറ്റ്സിനെയും ക്യാമ്പിനെയും ഹെഡ്ക്വാർട്ടറിനെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതും ക്ലിയർ ആയിട്ട് ടാർഗറ്റഡ് പ്രിസിഷൻ സ്ട്രൈക്ക്. നമ്മൾ ഉപയോഗിക്കുന്നത് കൈനറ്റിക് വെപ്പൺ ഉപയോഗിച്ചിട്ട് വിത്തൗട്ട് ക്രോസിംഗ് ദി LOC, വിത്തൗട്ട് ക്രോസിംഗ് ദി ഇന്റർനാഷണൽ ബോർഡർ. വി ഹാവ് ഡൺ ദിസ് സ്ട്രൈക്ക് ആൻഡ് ടേക്കൻ പാകിസ്ഥാൻ ബൈ ഷോക്ക്. ഒരു പാരലിറ്റിക് ഷോക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സോ ഇതിന്റെ പ്രീവിയസ് സിറ്റുവേഷൻ നോക്കുമ്പോൾ വെദർ ഇറ്റ് വാസ് കാർഗിൽ ഓർ 1979, ഇന്ത്യയുടെ ഒരു റെസ്ട്രെയിന്റ് ഉണ്ടായിരുന്നു എപ്പോഴും. ഇന്ത്യ വാസ് നെവർ സ്ട്രൈക്കിംഗ് ഇൻ ദ വേ അൺലെസ് ഇറ്റ് വാസ് പ്രൊവോക്ഡ്. 71 വാറിൽ ഒരു യുദ്ധം നടത്തിയിട്ട് വി ഹാവ് ഡിസ്മെമ്പേർഡ് പാകിസ്ഥാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഹാസ് ഫോളോഡ് എ പോളിസി ഓഫ് റെസ്ട്രെയിന്റ്. ഈവൻ ആഫ്റ്റർ കാർഗിൽ വാർ, in all provocative situations, whether it was 2019, 2016, 2001, in all these situations, India has shown restraint. ഈ ബാലക്കോട്ട് അറ്റാക്കിലും സർജിക്കൽ സ്ട്രൈക്കിലും POK മാത്രം അറ്റാക്ക് ചെയ്തു. ദിസ് ടൈം ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇമോട്ടീവ് സ്റ്റാൻഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് നമ്മുടെ സ്ത്രീകളുടെ ശക്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ സമ്മാനവും നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂറിനെ, കുങ്കുമത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യ ഏത് ലെവലിലും ഏത് സ്ട്രൈക്ക് ചെയ്യാനും റെഡിയാണ്. ദാറ്റ് ഡെമോൺസ്ട്രേഷൻ വി ഹാവ് ഡൺ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്മോൾ കോമ്പണന്റ് ഓഫ് ഇന്ത്യാസ് ഫോഴ്സ് അറ്റ് ഹാൻഡ്. ഇവർ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മൈറ്റ്, മിലിറ്ററി മൈറ്റ്, ഇഫ് യു കമ്പയർ ഇറ്റ് ടു വാട്ട് ഹാസ് ബീൻ ഡിപ്ലോയ്ഡ് ഇൻ ദി കറന്റ് സ്ട്രൈക്ക്, ഇറ്റ് ഈസ് എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് എ പെർസെന്റേജ്. അപ്പോൾ ഇതന്നെ ഇത്ര ഒരു വലിയ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, in case India is forced into a warlike situation, അതിന്റെ എന്ത് മറുപടി ആയിരിക്കും, അതിന്റെ എന്ത് മൈറ്റ് ആയിരിക്കും, അത് പാകിസ്ഥാൻ ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സർ. നമ്മോടൊപ്പം ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ശരത്ചന്ദ് ചേരുന്നു, കരസേനയുടെ മുൻ ഉപമേധാവി. ജയ്ഹിന്ദ് സാർ, സ്വാഗതം ജന TV-യിലേക്ക്. ഇന്ന് നമ്മൾ കണ്ടു ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പ്രിസൈസ്, ആക്യുറേറ്റ്, ഡിസ്ട്രക്റ്റീവ്. എന്താണോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, എന്താണോ ചാരമാക്കാൻ ഉദ്ദേശിച്ചത്, അത് മാത്രം. അതിനപ്പുറം ഒരു സിവിലിയൻ ടാർഗറ്റിലേക്ക് പോയിട്ടില്ല. തൊട്ടടുത്ത് തന്നെയുണ്ട് ആർമി കമാൻഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അസർ മസൂദിൻ്റെ ഈ താവളത്തിന്, മർക്കസ് സുബാൻ അല്ലയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ് കരസേനയുടെ ക്യാമ്പ് ഉള്ളതെന്നും ഭാരതത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ഔദ്യോഗികമായ കരസേന ടാർഗറ്റുകളിലേക്ക് പോയിട്ടില്ല, സാധാരണ ജനങ്ങളിലേക്ക് പോയിട്ടില്ല. എണ്ണി 5+4 9 ടാർഗറ്റുകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ട് അവിടേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. എന്നിട്ട് രാവിലെ 10:30 വന്നിട്ട് ബ്രീഫ് ചെയ്യുന്നു നമ്മുടെ നാരീശക്തി ആർമിയുടെ. ഇതൊക്കെയായിരുന്നു കേന്ദ്രങ്ങൾ. കൃത്യമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഐ വിറ്റ്നസസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. എന്തൊക്കെയാണ് നടന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, കണ്ടെത്തി. എന്നിട്ട് നമ്മൾ നമ്മുടെ അവകാശം ഉപയോഗിച്ചു, ദ റൈറ്റ് ടു ഡിഫെൻഡ് ourselves. അങ്ങയുടെ പ്രതികരണം, അഭിവാദ്യങ്ങൾ, സല്യൂട്ട് സർ. അറ്റ് ദി ഔട്ട്സെറ്റ് നമ്മുടെ ഗവൺമെന്റിനെയും ഇന്ത്യൻ ആം ഫോഴ്സസിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അണ്ടർടേക്ക് ചെയ്തതിന്, ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാനിങ്ങും അതനുസരിച്ച് ഒരു വെൽ കാലിബ്രേറ്റഡ് ആയിട്ട് വളരെ റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ടൊരു ഓപ്പറേഷൻ നടത്തുന്നത് ശരിക്കും നല്ല അഭിനന്ദിക്കേണ്ടതാണ്. ഒന്നാമത്. രണ്ടാമത്, ജനറൽ ഇന്ദ്രമാലൻ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചില ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ, 2014 മുമ്പ് നമ്മൾ ഈ മിലിറ്റൻസിയെ നേരിടാനായിട്ട് നമ്മൾ ഇന്റേണലി, എന്ന് വെച്ചാൽ കാശ്മീരിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരുന്നത്. പോപ്പുലേഷനെ ശ്രദ്ധിക്കുക,
അവരെ ഫ്രണ്ട്ലി ആക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾ മിലിറ്റൻസിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാനും അവിടുത്തെ ലോക്കൽ ആൾക്കാരെ മിലിറ്റൻസിയിലോട്ട് കയറാൻ പോകാതിരിക്കാനുമാണ് ശ്രമിച്ചത്. പക്ഷെ ഈ ശ്രമം സക്സസ്ഫുൾ അല്ലായിരുന്നു. കാരണം ഇതിന്റെ മെയിൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മെയിൻ പ്രോബ്ലം കാശ്മീരിനകത്തല്ലായിരുന്നു, വെളിയിലായിരുന്നു, വെച്ചാൽ പാകിസ്ഥാനിനകത്തായിരുന്നു. അപ്പൊ 2014 കഴിഞ്ഞിട്ട് നമ്മള് ഇന്റേണൽ പ്രോബ്ലംസിന് പുറമെ എക്സ്റ്റേണൽ വെച്ചാൽ പാകിസ്ഥാനിലുള്ള പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒന്ന്, അവിടെ നിന്നുള്ള ഫണ്ടിങ്. ആ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തതോടെ 2009, 10, 11 നടന്ന അവിടുത്തെ സ്റ്റോൺ പെൽറ്റിങ് അത് ഉടനെ നിന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ സ്റ്റോൺ പെൽറ്റിങ് തീർത്തും ഇല്ലാതായി. രണ്ടാമത്തത്, പാകിസ്ഥാനെതിരെ നമ്മൾ പബ്ലിക്കായിട്ട് ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലും മോണിറ്ററി ഫണ്ടിലും മറ്റതിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവർക്ക് ലോൺസ് കിട്ടാൻ ബുദ്ധിമുട്ടായി. അത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ്. മൂന്നാമത്തെ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിനു മുമ്പും ഇന്ത്യക്കകത്ത് പല ഇൻസിഡൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബോംബെയിൽ ഏറ്റവും വൺ ഓഫ് ദ വേഴ്സ്റ്റ് അറ്റാക്സ് വാസ് ഇൻ ബോംബെ 2008 അത് നടന്നു. പിന്നെ പാർലമെന്റ് അറ്റാക്ക് നടന്നു, ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലിയിൽ അറ്റാക്ക് നടന്നു. ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നു, പ്രൂഫ് പാകിസ്ഥാന് കൊടുത്തു, UN റേസ് ചെയ്തു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതേ സമയത്ത് 2014 ഉറി അറ്റാക്ക് ആയാലും 2019 ബാലക്കോട്ട് പുൽവാമ അറ്റാക്ക് ആയാലും, അത് കഴിഞ്ഞിട്ട് നമ്മൾ 16 ഉറി അറ്റാക്ക് കഴിഞ്ഞിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുകയും 19 ബാലക്കോട്ട് മിലിറ്റന്റ് ക്യാമ്പിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് ചെയ്തിട്ടും അവർ 3-4 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്രാവശ്യം പഹൽഗാമില് ഇന്നസെന്റ് ആയിട്ടുള്ള സിവിലിയൻസിനെതിരായിട്ട് അവർ അറ്റാക്ക് ചെയ്തു. അപ്പൊ അതിനെതിരായിട്ട് ഗവൺമെന്റ് വളരെ കാര്യമായിട്ട് ആലോചിക്കുകയും മിലിറ്ററി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ആവശ്യത്തിൽ വേണ്ട ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുകയും ചെയ്തിട്ട് ആസ് എ വൺ നേഷൻ, ഇത് ഒരു യുദ്ധമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇറ്റ് ഇസ് ഓൺലി എ റിട്ടാലിയേഷൻ എഗൻസ്റ്റ് വാട്ട് ദേ ഹാവ് ഡൺ. എന്നാലും വളരെ വിശദമായിട്ട് അതിന്റെ ഹയസ്റ്റ് ലെവൽ പ്ലാനിങ് ചെയ്തിട്ട് എല്ലാരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഈ 9 സ്ഥലങ്ങളിൽ വിത്തിൻ എ സ്പാൻ ഓഫ് 1 hour ഇങ്ങനെ അറ്റാക്കുകൾ നടത്തി. ആൻഡ് ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള എല്ലാ കൗണ്ടർ മെഷേഴ്സും, നമ്മുടെ ബാലക്കോട്ട് ആയാലും സർജിക്കൽ സ്ട്രൈക്ക് ആയാലും, ഇതെല്ലാം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് വെച്ചാൽ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയക്കകത്തായിരുന്നു. അതേ സമയത്ത് ഇപ്രാവശ്യം വി ഹാവ് ഗോൺ അക്രോസ് ദി ഇന്റർനാഷണൽ ബോർഡർ. നമ്മള് പഞ്ചാബ്, ദ ഹാർട്ട് ഓഫ് പാകിസ്ഥാൻ, പഞ്ചാബ് എന്നാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി ലീഡർഷിപ്പ് വരുന്നത്. അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പഞ്ചാബിൽ നിന്ന് തന്നെ. പഞ്ചാബിൽ ഉള്ള 4 ക്യാമ്പ്സ് നമ്മൾ അറ്റാക്ക് ചെയ്തു. ഇതെല്ലാം വളരെ പ്രിസിഷൻ ഗൈഡഡ് അമ്യൂണിഷൻ വെച്ചാണ്. സോ ഇതൊരു വലിയ ഒരു ചേഞ്ച് ആണ്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ദ കൈൻഡ് ഓഫ് അറ്റാക്ക്. അതും അതിനെ പറ്റിയിട്ടും ജനറൽ ഇന്ദ്രപാലൻ മെൻഷൻ ചെയ്തിരുന്നു. നമ്മളുടെ പ്രിസിഷൻ സ്ട്രൈക്ക് ഈസ് ഓൺലി ഡെമോൺസ്ട്രേറ്റീവ് ഓഫ് ആർ മിലിറ്ററി കേപ്പബിലിറ്റീസ്. അപ്പോ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മെസ്സേജ് ദാറ്റ് we have sent not only to Pakistan but to other neighbors of the country and the world in general. Clear, sir. Fabian, sir, Lieutenant General ശരത്ചന്ദ് മേജർ ഇന്ദ്രപാലിന് പറഞ്ഞെടുത്ത് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ ആയുധമെടുക്കും മുമ്പ് നയതന്ത്ര തലത്തിൽ നടത്തിയ ചില ശ്രമങ്ങളുടെ, ചില സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഒരു സൂചന അദ്ദേഹം തന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാകിസ്ഥാനെ ഒരു റോഗ് സ്റ്റേറ്റായി പ്രഖ്യാപിക്കുക എന്നുള്ളത്. നമ്മുടെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ശ്രമമാണ് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വായ്പ തരില്ല എന്ന് രാജ്യാന്തര മോണിറ്ററി ഫണ്ട് പോലെയുള്ള ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കുക. കാര്യം നിങ്ങൾക്ക് ഫണ്ട് തന്നാൽ ആ ഫണ്ട് നിങ്ങൾ ഉപയോഗിക്കുക രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കില്ല, വികസന പദ്ധതികൾക്കായിരിക്കില്ല, പകരം അതിൽ നല്ലൊരു പങ്ക് പോവുക ടെറർ ഫണ്ടിങ്ങിനായിരിക്കും എന്ന് രാജ്യാന്തര മോണിറ്ററി ഏജൻസികളെ ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതം.
അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ എത്ര വലിയ വിജയമാണിതെന്നും ഇനി മുന്നോട്ട് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ഭാരതത്തിൻ്റെ നിലപാട്, നടപടികൾ? ഫാബിയൻ സർ. ഇക്കണോമിക് ഡിപ്ലോമസി നമ്മൾ വളരെ കാര്യമായിട്ട് ഭംഗിയായിട്ട് കാര്യക്ഷമതയോട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് കാണാം. ഇനി ഡിപ്ലോമസി പ്രോപ്പർ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായി പാകിസ്ഥാനാണ് ഈ പഹൽഗാമിലുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് കാരണം അത് ചെയ്തത്. ഒരു പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ലീഡർഷിപ്പ് വളരെ ഇൻസെക്യൂർ ആണ്. അപ്പൊ ഇൻസെക്യൂർ ലീഡർഷിപ്പ് ആകുമ്പോൾ അവരെന്താ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ ആണെങ്കിലും അവിടെ ഒന്നും പാകിസ്ഥാന് ഒരു സപ്പോർട്ടിങ് കിട്ടിയില്ല. പക്ഷെ പാകിസ്ഥാന് ചൈനയുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ മാനിക്കണം. കാരണം ചൈന ഒരു പ്രസ്ഥാനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആക്ഷനെ റിഗ്രറ്റബിൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചൈന ഒഴിച്ചു പറഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും പരിപൂർണമായ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ഈ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി കൊടുക്കും. അപ്പോ അതാണിപ്പോ. ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യുദ്ധം ഉണ്ടായാൽ, ഇന്ത്യ ആഗ്രഹിച്ചിട്ടല്ല, ഇന്ത്യ തുടങ്ങിയിട്ടല്ല, ഒരു യുദ്ധം ഉണ്ടായാൽ 2-3 ദിവസങ്ങൾക്കകം ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി അത് എവിഡന്റ് ആവും. അപ്പോ അങ്ങനെ ആ സ്ഥിതിയിൽ ഒരു പക്ഷേ വാഷിങ്ടണും മോസ്കോയും ഒരു സീസ് ഫയറിന് അപ്പീൽ ഉണ്ടാക്കും. ആ അപ്പീൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനും നിരാകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കും. പാകിസ്ഥാന് കൂടുതൽ ഡാമേജ് ഉണ്ടാവും. പാകിസ്ഥാന്റെ പരാജയത്തിൽ ആ യുദ്ധം അവസാനിക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ പാകിസ്ഥാൻ റെസ്പോൺസ് പെരുമാറുന്നില്ല, അത് ഉണ്ടായേക്കും. ശരി സർ, പോയിന്റ് ഇസ് വെരി 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 ക്ലിയർ. ഇത് Can I say something? യെസ് സർ, യെസ് സർ, ഗോ അഹെഡ് പ്ലീസ്. യെസ്. അപ്പോ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജനറൽ ശരത് ചന്ദ് പറഞ്ഞ പോലെ വി ഹാവ് എ 5-pronged സ്ട്രാറ്റജി അഗേൻസ്റ്റ് പാകിസ്ഥാൻ ആണ് എന്റെ അനുമാനത്തില്. ഇന്ത്യയുടെ ഗവൺമെന്റ് എന്ത് ആക്ഷൻ ആയിരിക്കും, അവർ എന്ത് ആക്ഷൻ എടുക്കും, ഐ എം നോട്ട് പ്രിഡിക്റ്റിംഗ് ദാറ്റ്. പക്ഷെ ഇത് കാണുന്നത് ഒരു സ്ട്രാങ്കുലേഷൻ സ്ട്രാറ്റജി ഈസ് വാട്ട് വി ആർ ഫോളോയിങ്. സ്ട്രാങ്കുലേഷൻ പറഞ്ഞാൽ പാകിസ്ഥാനെ എല്ലാ സൈഡിൽ നിന്നും, വെദർ ഇറ്റ് ഇസ് ഇക്കണോമിക്, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി, ഇന്റർണൽ സോഷ്യൽ അൺറെസ്റ്റ് ആൻഡ് വാട്ടർ വാർ, ഇത് 5 സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് വി ആർ ട്രൈങ് ടു സ്ട്രാങ്കുലേറ്റ് പാകിസ്ഥാൻ. അതെങ്ങനെ? മിലിറ്ററി വി ഹാവ് ഓൾറെഡി ഷോൺ. നമ്മൾ എസ്കലേറ്റ് ചെയ്യാതെ വി ഹാവ് പാരലൈസ് ദം. നമ്മൾ എസ്കലേറ്റ് ചെയ്യാതെ വി ഹാവ് പ്രഷറൈസ് ദം ആൻഡ് പുട്ട് ദം ഇൻ എ ഡൈലമ. അവർക്ക് അറിയില്ല എങ്ങനെയാ തിരിച്ചടിക്കേണ്ടതെന്ന്. ദേ ആർ സിറ്റിംഗ് ഫിയർഫുൾ ഓഫ് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. In terms of diplomacy, we have isolated them completely. All the powers, അവരുടെ കൂടെ നിൽക്കുന്ന എല്ലാ പവേഴ്സും, whether it was USA, we stood with them till Kargil, USA was with them. Even in 1971 war, USA has moved 7th Fleet in support of Pakistan. So ഇതുവരെ അവരുടെ കൂടെ നിൽക്കുന്ന USA is now firmly with India. Russia is already with us. So is all the Islamic states, including Saudi Arabia, even Indonesia and Malaysia, Muslim population ഉണ്ടായിട്ടും they have not made any statement against India. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിപ്ലോമാറ്റിക്കലി we have isolated Pakistan. പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന ഒരൊറ്റ ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് ചൈന. ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് ഇഫ് യു റീഡ്, ഇറ്റ് ഈസ് വെരി ക്ലിയർ. They are against terrorism and they have clearly stated that they want an end to they want an end to the escalation and they want peace to happen. But അവര് ഇന്ത്യ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല, ഇന്ത്യയുടെ അറ്റാക്കിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല, അവര് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും അതും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ചൈന ഈസ് ഓൾസോ കാലിബ്രേറ്റഡ് ആണ് അവരുടെ
പിന്നെയാണ് പാകിസ്ഥാന്റെ ഇന്റേണൽ സിറ്റുവേഷൻ. അതിലും വെച്ച് നോക്കുമ്പോൾ POK ഇറ്റ്സെൽഫ് ഈസ് ബേണിംഗ്. POKയിലെ കുറെ ഇഷ്യൂസ് ഉണ്ട്. There are lot of anti-Pakistan movement happening in POK. Likewise, Balochistan, there are lots of things happening. In whichever way the Balochistan government, the moral support is there of India. Balochistan independence they are putting pressure on Pakistan from the south and southwestern front. Adebole Taliban, there are large number of Taliban militants, Taliban militia who are anti-Pakistan. Duran line, we have created a scene for Pakistan to be unable or unmanageable situation. Pakistan is a major military deployed and they are fighting a losing battle. Adakke vechu nokkumbo from all sides Pakistan is being pressurized. This east side, the India side, the India military, out in the Duran line, even the internal situation Pakistan is in a boil. Adana fourth dimension. Fifth dimension പറഞ്ഞത് economic dimension. നമ്മുടെ previous speaker പറഞ്ഞത് പോലെ General Sharath പറഞ്ഞ പോലെ economically with FATF and many other measures, Pakistan has been totally isolated. അവരുടെ terror funding അവരുടെ arms funding arms supply IMF കൂടെ എല്ലാം Pakistan is facing serious problem in getting all types of both legitimate IMF funds as also terror funding. ഇതായിരുന്നു fourth position. And finally, what India did in the beginning, the biggest strike, ada Indus water treaty held in abeyance. Adu oru fact maatayittana vechirkanam nammade kayil. It's like Brahmastra. Why I call it a Brahmastra? Idure nammal adine upayogichitta. Adu ഉപയോഗിക്കാൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആ ബ്രഹ്മാസ്ത്ര. ആ ബ്രഹ്മാസ്ത്ര ഉപയോഗിച്ചിട്ട് if we divert water, if we stop water, so നമ്മൾ not only have we militarily attacked Pakistan's heartland of Punjab, Bahawalpur, but ഈ വെള്ളം as a weapon use ചെയ്തിട്ട് we can throttle Pakistan's neck. അവർക്ക് വെള്ളം വേണ്ടാതെ അവർ കരയും അവിടെ. They will not have water for agriculture. They will not have water for drinking. Their commerce will die down. Their hydroelectricity will die down. So ഇതൊരു fifth dimension ആണ് strangulation strategy. So ഇങ്ങനത്തെ ഒരു superior military, diplomatic, geopolitical, strategic planning ഒരു നല്ല ഗവൺമെന്റിനെ പറ്റുള്ളൂ who knows what it is doing, who can surprise Pakistan, who can keep the world in its side, who can follow the world order. അതെല്ലാം ചെയ്തിട്ടും പാകിസ്ഥാനുടെ threshold level cross ചെയ്യാതെ നമ്മൾ മെസ്സേജ് കൊടുക്കുക that we want to only destroy the terror outfit, we don't want to hit at Pakistan, we don't want to escalate. ഇതൊരു മെസ്സേജ് കൊടുക്കുന്നത് is ultimate strategic planning, ultimate diplomacy, ultimate nation building and ultimate strength of India. ഈ നയാ ഹിന്ദുസ്ഥാൻ ഹെ ജന ഡിബേറ്റിന്റെ സ്പെഷ്യൽ എഡിഷൻ തുടരുകയാണ്. നമ്മൾ എത്തുന്നത് പാകിസ്ഥാന്റെ അവസ്ഥയിലേക്കാണ്. ചോദിച്ച് വാങ്ങിയതാണ്. അവിടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾ, തൊഴിലില്ലായ്മ, ആന്തരിക പ്രശ്നങ്ങൾ. ബലൂചിസ്ഥാൻ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നു. പാക് ഓക്കുപ്പൈഡ് ജമ്മു ആൻഡ് കശ്മീർ, ഭാരതത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗം, അവിടെ രാജ്യാന്തര തലത്തിലേക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞു. അവർക്ക് മതിയായി. താലിബാൻ ആരോടെങ്കിലും യുദ്ധം ചെയ്താൽ മതി എന്ന് ഇങ്ങനെ കൈതരിച്ച് നടക്കുന്ന താലിബാൻ, ഇതിലേക്കാണ് മേജർ ഇന്ദ്രപാലൻ വിരൽ ചൂണ്ടിയത്. ലഫ്റ്റനന്റ് ശരത്ചന്ദ്, ഇവർ പഠിക്കുന്നില്ലേ ജനറൽ ശരത്ചന്ദ്? ഇവർ എന്ത് കണ്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതിനോടൊപ്പം ഒരു കാര്യം കൂടി, നമ്മൾ ഫാബിയൻ സാർ പറഞ്ഞു, ഒരു യുദ്ധമുണ്ടായാൽ അത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന്. എത്ര പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ട്രെയിലറല്ലേ കാണിച്ചു കൊടുത്തത്? 23 മിനിറ്റ് 9 ബേസ്. അപ്പോൾ ആകെ മൊത്തം നമുക്ക് എത്ര സമയം വേണമെന്ന് ഇതുകൊണ്ട് മനസ്സിലായി കാണില്ലേ? എനിക്ക് മനസ്സിലാവാത്തത് സാർ, അവർ മണ്ടന്മാരൊന്നുമല്ല, പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളൊരു സാധാരണക്കാരൻ്റെ ചോദ്യം. ജനറൽ ശരത്ചന്ദ്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞതും ശ്രീ ഫാബിയൻ പറഞ്ഞുമായിട്ട് എനിക്ക് അല്പം വ്യത്യസ്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ട്. ഒന്നാമത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ശത്രു ചിന്തിക്കണമെന്നില്ല, ഫസ്റ്റ്ലി. രണ്ടാമത്തത്, നമ്മൾ ചിന്തിക്കുന്ന പോലെ പാകിസ്ഥാൻ ചിന്തിച്ചിരുന്നെങ്കിൽ 1947 മുതലേ സിറ്റുവേഷൻ നോർമലായി പോയി. ഓരോ സ്റ്റെപ്പും നമ്മൾ അന്ന് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ്, ഇൻക്ലൂഡിങ് ദ ഷിംല അഗ്രിമെന്റ്, ആ ഷിംല അഗ്രിമെന്റിലും നമ്മൾ ഏറ്റവും കൂടുതൽ കൺസെഷൻ പാകിസ്ഥാന് കൊടുത്തു. അതിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. 93,000
പ്രിസണേഴ്സിനെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചൊന്നും ചോദിച്ചില്ല. പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ വേർപെട്ടത് വേറെ. എന്നിട്ടും അവരെന്താ ചെയ്തത്? അടുത്ത ഒരു മേജർ പ്രൊവിഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു വെച്ചാൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബൈലാറ്ററലായിട്ട് റിസോൾവ് ചെയ്യണമെന്നും അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുപോകത്തില്ലെന്നുമായിരുന്നു ഒരു മേജർ ക്ലോസ്. അത് ഒപ്പുവെച്ച മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവര് അതിനെ ഷിംല അഗ്രിമെന്റിലുള്ള കാര്യങ്ങളെല്ലാം ധിക്കരിച്ച് അവരവരുടെ രീതിക്കായി അവരുടെ പ്രിസണേഴ്സ് എല്ലാം അപ്പുറത്ത് പോയതിനു ശേഷം. ഒന്ന്, ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റിയിട്ട് ജനറൽ ഇന്ദ്രപാലൻ ഒരുപാട് പറഞ്ഞു. ഇൻഡസ് വാട്ടർ ട്രീറ്റിയും ടോട്ടലി വൺ സൈഡിലായിരുന്നു. നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു പിന്നെ പറയുകയുണ്ടായി 60 സിഗ്നേച്ചർ ചെയ്ത് കുറെ നേരം കഴിഞ്ഞിട്ട്, നമ്മൾ ഇത്രയൊക്കെ അവർക്ക് കൊടുത്തിട്ടും അവര് നമ്മളെ മനസ്സിലാക്കാനോ നമ്മളുടെ ഇത് അംഗീകരിക്കാനോ അവര് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി അവിടെ പോയതും നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നവാസ് ഷെരീഫിന്റെ മകളുടെ കല്യാണത്തിന് പങ്കിട്ടതെല്ലാം നവാസ് ഷെരീഫിനെ 2014 മോദിജിയുടെ സർക്കാർ ഓത്ത് ടേക്കിങ്ങിന് ഇൻവൈറ്റ് ചെയ്തെല്ലാം നമ്മൾ അവരുമായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അവർക്കറിയാൻ വേണ്ടിയിട്ടല്ല അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് എന്താണെന്ന്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഇതൊന്നുമല്ല, അവർക്കൊരു കോൺസ്റ്റന്റ് കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമാണ് അവരുടെ മിലിറ്ററിക്ക് ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം അവരിങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. എപ്പോഴെങ്കിലും ഒരു ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ ഒരു റൂളർ, ഒരു ഇൻ ദ കേസ് ഓഫ് പാകിസ്ഥാൻ മുമ്പിൽ സിവിലിയൻ ഗവൺമെന്റ് ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഉള്ളത് മിലിറ്ററിയാണ്. ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ നിന്നുകൂടാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആകുകയാണെങ്കിൽ വേറൊരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാക്കുന്നത് ഒരു സാധാരണ രീതിയാണ്. പണ്ട് പോലെ ഹിസ്റ്ററിയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ അറ്റൻഷൻ മൊത്തം ഡൈവേർട്ട് ചെയ്യാനും ഈ പല പല ഡയറക്ഷനിലേക്ക് പോകുന്ന രാജ്യത്തെ, ഇവിടെ തന്നെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വായിലും ഇൻക്ലൂഡിങ് പഞ്ചാബും സിന്ധുവായിട്ട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനെപ്പറ്റിയിട്ട് കുറേയൊക്കെ ജനറൽ ഇന്ദ്രപാലൻ പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഇമ്രാൻഖാൻ ജയിലിൽ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തിട്ടും അയാളുടെ സപ്പോർട്ടേഴ്സിനെ ഒക്കെ പിടിച്ച് ജയിലിലിട്ടിട്ടും അദ്ദേഹത്തിന്റെ പബ്ലിക് സപ്പോർട്ട് കുറയുന്നില്ല. ഒരു പാകിസ്ഥാൻ യൂത്തിന് പാകിസ്ഥാനി പൊളിറ്റീഷ്യനുമായിട്ടുള്ള വിശ്വാസവും കുറയുന്നു, ആർമിയായിട്ടുള്ള വിശ്വാസം കുറയുന്നു, ആർമിക്കുള്ള പാകിസ്ഥാനിലുള്ള സ്റ്റാൻഡിങ്ങും കുറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് കണ്ട ഒരു മാർഗം ഇന്ത്യയായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ത്യയായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഇന്ത്യ കൗണ്ടർ ചെയ്യുമ്പോഴും അവര് ധരിച്ചിരിക്കുന്നതും ടു എ ലാർജ് എക്സ്റ്റെന്റ് ശരിയാണ്. ഇപ്പൊ ഇന്ത്യ എല്ലാം ഒന്നായി. ഇപ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യൻസ് തമ്മിൽ യാതൊരു ആർഗ്യുമെന്റോ ഫൈറ്റോ നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ അവരും അവരുടെ രാജ്യത്തിനകത്ത് എല്ലാം ഒന്നിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആയിരിക്കാം അവരിങ്ങനൊരു സിറ്റുവേഷൻ തുടങ്ങിയത്. നമ്മുടെ റെസ്പോൺസോ അവരുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റാതിരിക്കാനുള്ള ഒരു റെസ്പോൺസാണ് നമ്മൾ ചെയ്തത്. നമ്മളൊരു ഓൾ ഔട്ട് വാറിന്റെ സിറ്റുവേഷൻ, ഒരു കളം ഒരുക്കാതെ നമ്മൾ സ്പെസിഫിക് മിലിറ്ററി ടാർഗറ്റ്സിനെ മാത്രം എയിം ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തത്, ഇന്നലത്തെ സ്ട്രൈക്ക് ചെയ്തത്. ഇനി അവർ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട് തിരിച്ച് അതുപോലെ തന്നെ മിലിറ്ററി റെസ്പോൺസ് ചെയ്യാനും, അല്ലാതെ മറ്റു പല മാർഗങ്ങൾ ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവരെ സ്ക്വീസ് ചെയ്യാനും പല പല മാർഗങ്ങളുണ്ട്. നമ്മള് ഒരു രാജ്യം നേരെ ചിന്തിക്കുന്ന, ഇപ്പൊ നേരത്തെ പ്രവീൺ പറഞ്ഞ പോലുള്ള ആളുകൾ ചിന്തിക്കുന്ന നേരെ ചിന്തിക്കുന്ന ഒരു മനുഷ്യർക്കും ഒരു ലീഡർഷിപ്പിനും ഒരു രാജ്യത്തിനും യുദ്ധം വേണമെന്ന് പറയില്ല. യുദ്ധം എന്ന് പറയുന്നത് തുടങ്ങാൻ എളുപ്പമാണ്, എങ്ങനെ അവസാനിക്കുമെന്ന് ഹിറ്റ്ലറിന് പോലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ യുക്രൈൻ വാർ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷം മുമ്പ് ഒരു TV ഡിബേറ്റ് ഞാൻ പറഞ്ഞാണ്, ഇത് തുടങ്ങി കഴിയുമ്പോൾ ദേ കനോട്ട് ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 or 2 weeks. എന്തായി? 3 വർഷം കഴിഞ്ഞിട്ടും ഇപ്പൊ അമേരിക്ക ശ്രമിച്ചിട്ട് പോലും യുദ്ധം നിർത്താൻ കഴിയുന്നില്ല. യുക്രൈൻ
തകർന്ന് തരിപ്പണമായെങ്കിലും അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. റഷ്യ എവിടെ വെച്ച് നിർത്തുമെന്ന് അവർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്. രണ്ട് രാജ്യങ്ങൾക്കും ഒരാൾ പരാജയപ്പെടുകയും വേറൊരാൾ ജയിക്കുകയും ചെയ്തേക്കും. പക്ഷേ ജയിക്കുന്നവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. തിരിച്ച് അവരുടെ എക്കണോമി തിരിച്ചു കൊണ്ടുവരാനും അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു രാജ്യവും യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ചിന്താഗതി അതാണ്. പക്ഷേ അത് നമ്മുടെ പാകിസ്ഥാനിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കും എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ശത്രു നമ്മുടെ കൂട്ടായിരിക്കില്ല ചിന്തിക്കുന്നത്. അവരുടെ മനസ്സറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും. അതാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീപത്മനാഭൻ, നമസ്തേ, സ്വാഗതം. ഒരു പ്രസംഗം ബീഹാറിൽ നിന്ന് ലോകത്തോട് പറയുന്നു. പെട്ടെന്ന് ഹിന്ദിയിൽ നിന്ന് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുന്നു പ്രസംഗം. ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയുന്നു, എണ്ണി എണ്ണി എവിടെ പോയി ഒളിച്ചാലും, ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും തേടി പിടിച്ചിരിക്കും, ഒന്നൊന്നായി തീർത്തിരിക്കും, നട്ടിലൊടിച്ചിരിക്കുമെന്ന്. ഇന്ന് രാവിലെ നാം കണ്ട കാഴ്ച, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വന്ന് പറയുകയാണ്, പുലർച്ചെ 1:05-നും 1:30-നും ഇടയിൽ ഞങ്ങളത് നടത്തി. എണ്ണി 9 താവളങ്ങൾ. അതെന്തായിരുന്നു എന്ന്, അതേക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് ഇൻപുട്സ്, അത് എമ്മാതിരി തീവ്രവാദ കളരികൾ ആയിരുന്നു എന്നുള്ളത്. അങ്ങയുടെ ആദ്യത്തെ പ്രതികരണം ശ്രീപത്മനാഭൻ, രാഷ്ട്രീയമായി ഇതെന്ത് സന്ദേശമാണ് ഭാരതത്തിനുള്ളിലുള്ളവർക്കും ഭാരതത്തിന് പുറത്തുള്ളവർക്കും നൽകുന്നത്? അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളെ പോലത്തെ ഒരു രാജ്യം നമ്മളുടെ പൂർണ്ണമായ ആ ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതാണ് ഭാരതം. ഭാരതത്തിന്റെ ചരിത്രം അതാണ്, ഭാരതത്തിന്റെ ഇതിഹാസം അതാണ്. പക്ഷെ എവിടെയൊക്കെയോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ തനിമ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിനെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി. അതിന്റെ ഫലമായിട്ടാണ് ഈ എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളുടെ ഇടയിൽ വളർന്നു വന്നത്. സത്യത്തിൽ 2008 നവംബർ മാസം 26-ാം തീയതി ബോംബെയിൽ നടന്ന തീവ്രവാദ അക്രമത്തോട് നമ്മൾ ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇതിൽ വേറൊരു സത്യമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കുഴപ്പം, പാകിസ്ഥാൻ വിദ്വേഷത്തിൽ നിന്നും ജന്മമെടുത്തൊരു രാജ്യമാണ്. എ നേഷൻ ബോൺ ഔട്ട് ഓഫ് ഹേറ്റ്രഡ്. ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് സൃഷ്ടിച്ചെടുത്ത കൃത്രിമമായ ഒരു ഹേറ്റ്രഡ്, ഒരു വിദ്വേഷം. അത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു സ്വന്തമായി തന്റെ കീശയിൽ ഒരു രാജ്യം വേണം എന്ന, താൻ സർവാധിപതിയായ ഒരു രാജ്യം വേണമെന്ന ഒരു ആഗ്രഹത്തിൽ നിന്നും അങ്ങോട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു ഹേറ്റ്രഡ്, ഒരു വിദ്വേഷം, അതിൽ നിന്നും ജന്മമെടുത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ചരിത്രം പഠിപ്പിക്കുന്നത് പാകിസ്ഥാന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വിദ്വേഷത്തിൽ നിന്നും ജന്മമെടുക്കാം. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ചരിത്രത്തിൽ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ചെക്കോസ്ലോവാക്യയും യൂഗോസ്ലോവിയയും ഒക്കെ വിഭജിക്കപ്പെട്ടത് അവർക്ക് പരസ്പരം യോജിച്ചു പോകാൻ പറ്റാത്ത പരസ്പര വിരോധം കൊണ്ടാണ്. പക്ഷെ ജന്മം ഹേട്രഡിൽ നിന്നോ വിദ്വേഷത്തിൽ നിന്നോ എടുത്താലും ഒരു രാജ്യത്തിന് ഹേട്രഡിൽ അല്ലെങ്കിൽ വിദ്വേഷം അത് മാത്രം എന്താ പറയുക ഇന്ധനമാക്കി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശമാണ്, അവിടെ ഒരു ജനതയുണ്ട്. ആ ജനത എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളാണ്. അവർ സാധാരണക്കാരാണ്. അവർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, അവിടെ ആരോഗ്യ സംവിധാനങ്ങൾ വേണം. ആ രാജ്യത്തിന് ലോകത്ത് നിലനിൽക്കണമെങ്കിൽ പലതും വേണം. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജന്മമെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലം മറന്ന്, ജന്മമെടുക്കാനുണ്ടായ കാരണങ്ങളൊക്കെ മറന്ന്, അതല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പുതിയ ലോകത്തിലേക്ക് കടക്കാനും പുതിയ ലോകവുമായി സമരസപ്പെട്ടു പോകാനുമുള്ള ഒരു ബുദ്ധി കാണിക്കണം. ഇപ്പൊ കൊറേഷ്യ പോലുള്ള രാജ്യങ്ങൾ, ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങൾ, ഇവരൊക്കെ പരസ്പര വിരോധത്തിന്റെ കാരണമാണ് ചെക്കോസ്ലോവാക്യ യൂഗോസ്ലോവിയ ഒക്കെ പൊളിഞ്ഞ് 2-3 കഷ്ണങ്ങളായത്. പക്ഷെ വൺസ് അവര് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം
അവർ കഴിഞ്ഞ കാലം മറന്നു, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അവർ പുതിയ ലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് നീങ്ങുന്നത്. സത്യത്തിൽ പാകിസ്ഥാനെ പറ്റി പറയുമ്പോൾ പാകിസ്ഥാൻ വളരെ സമ്പന്നമായ ഭൂപ്രകൃതിയുള്ള സമ്പന്നമായ സാഹചര്യമുള്ള രാജ്യമാണ്. 1980-കളിൽ പാകിസ്ഥാൻ സന്ദർശിച്ച ശേഖർ ഗുപ്ത, ഇന്ത്യയിലെ പ്രശസ്ത പത്രപ്രവർത്തകൻ ശേഖർ ഗുപ്ത പറഞ്ഞത്, 80-കളിൽ ഞാൻ പാകിസ്ഥാനിൽ പോകുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ സമ്പന്നമായ രാജ്യമാണ്. അന്ന് പാകിസ്ഥാന്റെ 100 രൂപ കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ 150 രൂപ കൊടുക്കണം. നമ്മുടെ 150 രൂപ കൊടുത്താലേ അവിടെ പാകിസ്ഥാന് 100 രൂപ കിട്ടുള്ളൂ. പാകിസ്ഥാൻ കാരണം സിന്ധു നദീ തടമാണ്, ഫലഭൂവിഷ്ടമായ ഭൂമിയാണ്, നല്ല എന്താ പറയാ ഗോതമ്പും നെല്ലും ഒക്കെ വിളയുന്ന പ്രദേശമാണ്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, അതുപോലെ തന്നെ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ധാതു സമ്പത്തുള്ള പലതരത്തിലുള്ള പ്രകൃതിയുടെ അനുഗ്രഹം കിട്ടിയ പ്രദേശമാണ്. അത് സത്യത്തിൽ പാകിസ്ഥാൻ അതൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം, കാരണം ബംഗ്ലാദേശ് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് കുതിക്കാൻ പറ്റുന്ന ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ പ്രദേശമോ അല്ല. ബംഗ്ലാദേശിന് അവരുടേതായ ചില ഭൂമിശാസ്ത്രപരമായ കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ കിഴക്കൻ പാകിസ്ഥാൻ പോയതിനു ശേഷം ശരിക്കും പടിഞ്ഞാറൻ പാകിസ്ഥാൻ വലിയ തോതിൽ പുരോഗതി നേടി ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പോലെ വളരെ സമ്പൽ സമൃദ്ധമാവേണ്ട രാജ്യമാണ്. പക്ഷെ ഇതേ ശേഖർ ഗുപ്ത പറയുന്നു, 2008-ലോ 2010-ലോ അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു 80-കളിൽ നിന്നും പാകിസ്ഥാൻ വളരെ പിന്നോട്ട് പോയി. ദാരിദ്ര്യം ചുറ്റുപാടും ദൃശ്യമായിരുന്നു, സാമ്പത്തിക പിന്നോക്കാവസ്ഥ ദൃശ്യമായിരുന്നു, വികസനമില്ലായ്മ കാണാൻ സാധിച്ചിരുന്നു. മാത്രവുമല്ല 80-കളിൽ 100 രൂപ പാകിസ്ഥാൻ രൂപ കിട്ടണമെങ്കിൽ 150 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്ന് 100 ഇന്ത്യൻ രൂപ കിട്ടണമെങ്കിൽ 300 പാകിസ്ഥാൻ രൂപ കൊടുക്കണം. 300 പാകിസ്ഥാൻ രൂപ കൊടുത്താൽ ഇന്ന് 100 ഇന്ത്യൻ രൂപ കിട്ടുന്നു. അപ്പൊ ആ രീതിയിൽ അവർ നശിക്കാൻ കാരണം, ഒന്ന് അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റായി. പക്ഷെ തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ എല്ലാം, മതരാജ്യങ്ങളെല്ലാം നശിച്ചു പോയിട്ടൊന്നുമില്ല. ഇപ്പൊ സൗദി അറേബ്യ, ദുബായ്, ഖത്തർ, ഇതൊക്കെ മതരാജ്യങ്ങളാണ്. പക്ഷെ അവരുടെ ജോലി വേറെയാണ്. അവര് ആധുനിക ലോകവുമായി ബന്ധപ്പെടുത്തി അവരെ രാജ്യത്തെ വികസിപ്പിച്ചെടുത്ത് അവർക്ക് ഈ പുതിയ ലോകത്ത് ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവര്. പക്ഷെ പാകിസ്ഥാൻ അവിടുത്തെ എന്താ പറയാ ഒരു തരം തീവ്ര യാഥാസ്ഥിക സമൂഹം, മുള്ളമാർ, അവിടുത്തെ ഈ മത നേതാക്കന്മാർ, അവര് ഇതിനെ പിന്നോട്ട് നയിക്കുകയാണ്. അതോടൊപ്പം ആ പാകിസ്ഥാൻ പട്ടാളം ഏത് നിമിഷവും അധികാരം പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പാകിസ്ഥാൻ പട്ടാളം, യാഹ ഖാൻ, അയൂബ് ഖാൻ, ജനറൽ സിയാഉൽ ഹക്ക്, അതുപോലെ തന്നെ ജനറൽ മുഷറഫ്, ഇങ്ങനെ ഒരുപാട് ആളുകളാണ് കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ 10-40 വർഷം ഭരിച്ചത്. അതൊരു ജനാധിപത്യം അവര് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് ജനാധിപത്യം ഇല്ലാതാക്കി പട്ടാള മേധാവി അധികാരം പിടിച്ചെടുക്കുക. അപ്പൊ ജനാധിപത്യത്തിന് ഒരു വിലയില്ല. എന്താ പറയാ വളരെ യാഥാസ്ഥികമായ പൗരോഹിത്യ വർഗം, അതോടൊപ്പം അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ. അതായത് നമ്മളെ രാജ്യത്തൊക്കെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷെ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരെ പോലത്തെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ ലോകത്തെവിടെ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എല്ലാ പ്രധാനമന്ത്രിമാർക്കും ലോകത്തിന്റെ നാനാഭാഗത്തും സമ്പത്ത് വാങ്ങിക്കൂട്ടിയവരാണ്. അത് ബേനസീർ ഭൂട്ടോ ആവട്ടെ, അവരുടെ പിതാവ് സുൽഫിക്കർ അലി ഭൂട്ടോ ആവട്ടെ, ഇമ്രാൻഖാൻ ആവട്ടെ, നവാസ് ഷെരീഫ് ആവട്ടെ, പാകിസ്ഥാൻ ഭരിച്ച എല്ലാവരും അമേരിക്കയിലും യൂറോപ്പിലും ലോകത്തെ സ്വിറ്റ്സർലാൻഡ് പോലുള്ള പ്രദേശങ്ങളെല്ലാം പോയി ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള സ്വത്ത് വാങ്ങിക്കൂട്ടിയവരാണ്. ജനങ്ങളോട് ഒരു കടപ്പാടുമില്ല. ജനങ്ങൾ നന്നാവണമെന്നില്ല, ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നില്ല, നല്ല റോഡ് വേണമെന്നില്ല, വൈദ്യുതി വേണമെന്നില്ല, വെള്ളം വേണമെന്നില്ല, അവിടെ എന്താ പറയാ ആരോഗ്യം നന്നാവണമെന്നില്ല, ഒന്നുമില്ല. ജനങ്ങളോട് ഒരു കടപ്പാടുമില്ല. മതവും മിലിറ്ററിയും രാഷ്ട്രീയക്കാരും, മതമേലധ്യക്ഷന്മാരും പട്ടാള മേധാവികളും രാഷ്ട്രീയക്കാരും ചേർന്ന് വളരെ സമ്പൽ സമൃദ്ധമായ പ്രകൃതി കനിഞ്ഞരുളിയ ഒരു രാജ്യത്തെ നശിപ്പിച്ച് നാനാവിധമാക്കിയതിന്റെ കാഴ്ചയാണ് പാകിസ്ഥാൻ. പക്ഷെ നമ്മുടെ കഷ്ടകാലം എന്താന്ന് വെച്ചാൽ ഇവര് നമ്മുടെ അതിർത്തി രാജ്യമായി പോയി. ഇവരുണ്ടാക്കുന്ന എല്ലാ കുഴപ്പവും അനുഭവിക്കേണ്ടത് നമ്മളായിപ്പോയി. പക്ഷെ അതിന് ഉത്തരവാദി നമ്മൾ. ഈ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഭരിച്ചവരാണ്. കാശ്മീരിന്റെ 1/3 ഭാഗം പാകിസ്ഥാന് കൈവശപ്പെടുത്താനുള്ള അവസരം കൊടുത്തവർ, അനാവശ്യമായ സഖ്യങ്ങൾ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയവർ, വിട്ടുവീഴ്ച ചെയ്തവർ, 71 യുദ്ധത്തിൽ 93,000 പട്ടാളക്കാരെ കൈവശം കിട്ടിയിട്ടും ഒരു കണ്ടീഷനിലാണ് വിട്ടുകൊടുത്തവർ. ഈ തരത്തിലുള്ള നയമാണ്
നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷേ ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ന് നമ്മളെ അറിഞ്ഞില്ലേ, നമ്മുടെ മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയൊക്കെ അമേരിക്കൻ ഐക്യ രാജ്യങ്ങളിലോ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഫ്രാൻസിനോ ജർമ്മനിക്കോ ഈ റഷ്യക്കോ ഒക്കെ അവകാശപ്പെടാൻ മാത്രമുള്ള അത്രയും, കാരണം 18 ഏക്കർ സ്ഥലത്താണ് അസർ മസൂദിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്, ആ കോമ്പൗണ്ട്. അതിൽ അസർ മസൂദിന്റെ വീട് മാത്രം ലക്ഷ്യമിട്ട് നമുക്ക് അടിക്കാൻ ബ്രഹ്മോസ് മിസൈലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നാം സ്വന്തം ഡെവലപ്പ് ചെയ്ത മിസൈലാണ്. നമ്മുടെ സാങ്കേതിക വിദ്യ എവിടെ എത്തി എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ആധുനികമായ രാജ്യമായി ഭാരതം മാറുകയാണ്. നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം ഈ വൃത്തികെട്ട അയൽവാസിയാണ്, സ്വയം നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്ത അയൽവാസിയാണ്. ഇവരോട് നേരത്തെ തന്നെ കടുത്ത സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് പല കുഴപ്പങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഈ നയാ ഹിന്ദുസ്ഥാൻ ഹാസ് സ്പെഷ്യൽ എഡിഷൻ തുടരുകയാണ്. ജനം ഡിബേറ്റിന്റെ നമുക്കൊപ്പം പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട്. ശ്രീ PM നാരായണൻ, രാജ്യാന്തര ജേർണലിസ്റ്റാണ്. ഡോക്ടർ G ഗോപകുമാർ, വിദേശകാര്യ വിദഗ്ധൻ. ബ്രിഗേഡിയർ N ബാലൻ, മുൻ കരസേന ഉദ്യോഗസ്ഥൻ. കേണൽ രാജീവ് മനാലി. ഒപ്പം ശ്രീ ശ്രീപത്മനാഭൻ തുടരുന്നു. ആദ്യം ശ്രീ ഗോപകുമാർ സാറിലേക്ക്. സാർ, എങ്ങനെ വിലയിരുത്തുന്നു ഇത് മുന്നോട്ടുള്ള പോക്കിനെ? രാജ്യാന്തര തലത്തിൽ ഭാരതത്തിൻ്റെ സ്ഥാനത്തെ ഒപ്പം ബംഗ്ലാദേശ് എന്ത് പഠിക്കണം എന്നുകൂടി. യാതൊരു സംശയവുമില്ല, ഇന്നത്തെ ഭാരതത്തിൻ്റെ ശക്തമായ തിരിച്ചടി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അത് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ചില സിഗ്നൽസ് എല്ലാം നമുക്ക് കാണുന്നുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുൻതൂക്കം നമുക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ തന്നെ അന്തർദേശീയ ബന്ധത്തിൽ കൊണ്ടുവന്ന ഡിറ്ററൻസ് സിദ്ധാന്തത്തിൽ തടയുന്നതോടൊപ്പം കൊടുത്തൊരു ശിക്ഷ, അതാണ് ഡിറ്ററൻസ് സിദ്ധാന്തം ഇവിടെ കണ്ടത്. ഇതുകൊണ്ട് അവർ തൃപ്തിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഘട്ടനം ഇവിടെ അവസാനിക്കും. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ ഇനിയും പ്രൊവോക്കേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നേരിട്ടല്ലല്ലോ ഇവർ പലതും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കാശ്മീരിൽ നിരപരാധികളായ സിവിലിയൻ ടാർഗറ്റ്സിനെ ആക്രമിക്കുന്ന ചില റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, തീവ്രവാദികളുടെ ഫോക്കസ് നോക്കി അവരുടെ താവളങ്ങൾ നോക്കിയാണ് നമ്മൾ ആക്രമിച്ചത്. അപ്പോൾ സിവിലിയനെ ഒരിക്കലും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. നമ്മളുടെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ്. ലക്ഷ്യസ്ഥാനത്തെത്തി. 9 സ്ഥാനത്തിൽ 5 സ്ഥാനങ്ങൾ കാശ്മീരിലും 4 എണ്ണം പഞ്ചാബ് പ്രോവിൻസിലുമാണ്. അപ്പോൾ നമുക്ക് ഭീകര താവളങ്ങളെയാണ് ആക്രമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും. അവിടെ നിന്ന് വന്ന ആക്രമണം ഭീകരരുടെ ആയതുകൊണ്ട് ഭീകരർക്കുള്ള മറുപടിയാണ്. നമുക്കറിയാം കാശ്മീരിലെ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു, ശ്രീ പത്മനാഭൻ പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇനി എന്ത് എന്നുള്ളതാണ്. ഇത് ബംഗ്ലാദേശിൻ്റെ കാര്യം മാത്രമല്ല, പാകിസ്ഥാനെ പോലെ ഇത്ര യുക്തിഭദ്രമല്ലാതെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ കുറച്ചൊക്കെ ഈ ലോകത്തുണ്ട്. അത് മറ്റു ചില മേഖലകളിൽ ശക്തമാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗ്ലാദേശും അങ്ങനെ പോകുമോ എന്നുള്ളൊരു ഭയം നമുക്കില്ലാതില്ല. പക്ഷെ നമ്മുടെ രാജ്യ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുകയാണ്. അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇന്നത്തത് കൊണ്ട് പാകിസ്ഥാൻ പാഠം പഠിച്ച് മിണ്ടാതിരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ യുദ്ധമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഒരു 50% പോസിബിലിറ്റി ഞാനവിടെ കാണുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ആയതുകൊണ്ട് അവർ തുടർന്നും അൺകൺവെൻഷനലായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരും. അത് പട്ടാളത്തിൻ്റേതായാലും ഭീകരവാദികളുടേതായാലും അവരുടേതായ രീതിയിൽ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ ജാഗരൂകരാകണം. നമ്മുടെ ജാഗ്രതയിലാണ് ദേശീയ സുരക്ഷയുള്ളത്. നമുക്ക് ഇത്രയും വലിയൊരു ടഫായിട്ടുള്ള ഒരു നെയ്ബർഹുഡ്, വളരെ ബുദ്ധിമുട്ടുള്ള ഇത്രയും സങ്കീർണമായ ഒരു അയൽപക്കമാണുള്ളത്. ചൈന ഇപ്പോൾ പ്രസക്തമായി നമുക്കെതിരെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വളരെ ജാഗ്രതയോടെ പാലിക്കണം. ചൈന മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇങ്ങനെ തുടങ്ങി അതിനപ്പുറം ശ്രീലങ്കയിൽ തന്നെ ചൈനയ്ക്ക് സ്വാധീനമുള്ള ഹമ്പൻടോട്ട തുറമുഖമുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് രാജ്യത്തിൻ്റെ, നമ്മളെ വലിയ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പ്
യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉത്തരേന്ത്യയിലാണ്, അതല്ലെങ്കിൽ പശ്ചിമ മേഖലയിലാണ്, അതല്ലെങ്കിൽ വടക്കുകിഴക്കൻ മേഖലയിലാണ് എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വൾണറബിലിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തണം. പാകിസ്ഥാൻ ഇതുകൊണ്ട് നിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇനി വരുന്ന രാത്രികളിലും പാകിസ്ഥാൻ്റേതായ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സജ്ജരാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കി. പാകിസ്ഥാൻ എത്ര മനസ്സിലാക്കി എന്ന് അറിഞ്ഞുകൂടാ. ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഇത്രത്തോളം യുക്തിഭദ്രമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, ഒരു തരത്തിൽ യുക്തിയില്ല എന്ന് മാത്രമല്ല, അവരെ നയിക്കുന്നത് തീവ്രവാദികളും പാകിസ്ഥാൻ പട്ടാളവും കുറേ മതമൗലികവാദികളുമാണ്. മുമ്പ് അമേരിക്ക ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ അസീം മുനീർ പട്ടാള മേധാവി തന്നെ പറഞ്ഞല്ലോ. 30 വർഷത്തിലേറെയായിട്ട് ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വിദേശകാര്യ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും സമ്മതിച്ചു. അപ്പോൾ പാകിസ്ഥാൻ എന്നും ഒരു തീവ്രവാദത്തിൻ്റെ കീഴിൽ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി കൊഴിലൂത്ത് പണി ചെയ്യുന്നൊരു രാജ്യമായി മാറി. അങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ സാമാന്യ യുക്തിക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ മേഖലകളും ശക്തമായി ജാഗ്രതയോടെ പാലിക്കുക. ദേശസുരക്ഷ, കാശ്മീരിലെ ജനതയെ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം നമ്മൾ നിലനിർത്തണം. സ്ട്രാറ്റജിക്കലായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ജുഗ്ലാർ വെയിൻ, കഴുത്തിലെ ഞരമ്പാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ നമുക്കതിനേക്കാൾ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾക്ക് ഉള്ള വെള്ളത്തിന്, ജലസ്രോതസ്സുകളുടെ സ്വാധീനം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കാശ്മീരിനെ ആഗ്രഹിക്കുന്നത്? മറ്റൊന്നുമല്ല, അവർക്ക് ജലസ്രോതസ്സുകൾ പിടിച്ചടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ജനതയോടത്ത് ഒരു സ്നേഹവും പാകിസ്ഥാൻകാർക്കില്ല. അതിനപ്പുറം സ്ട്രാറ്റജിക്കായിട്ട് കാശ്മീരിന് വലിയ പ്രാധാന്യമുണ്ട് സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും പശ്ചിമേഷ്യയിലുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് കാശ്മീരിനെ സുരക്ഷിതമാക്കണം. അതോടൊപ്പം തന്നെ കാശ്മീരിലെ ജനതയുടെ വിശ്വാസം നമുക്കെന്നും വേണം. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആർട്ടിക്കിൾ 370 ദുർബലപ്പെടുത്തിയതിന് ശേഷം അവിടെ ജനങ്ങൾക്ക് വലിയ പുരോഗതിയും ശാന്തിയും സമാധാനവും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവിടെ ടൂറിസം ശക്തമായി വളർന്നു. ആ ടൂറിസത്തെ നശിപ്പിക്കാനും സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കാനും പാകിസ്ഥാൻ ശ്രമിച്ച അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായതാണ് ഈ തീർച്ചയായിട്ടും പഹൽഗാമിൻ്റെ അതിൻ്റെ ആ സംഭവത്തിനോടനുബന്ധിച്ചുള്ള തിരിച്ചടിക്ക് കാശ്മീർ ജനതയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയത്. അപ്പോൾ എല്ലാവരെയും ഒത്തുചേർത്ത് നമ്മൾ കൊണ്ടുപോകണം. നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം പോലും പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അത് ഇന്ന് രാവിലത്തെ സംഭവം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുകൂടി നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. സർ, ഞാൻ അങ്ങനെയിലേക്ക് മടങ്ങിയാൽ ശ്രീ PM നാരായണൻ, രാജ്യാന്തര മാധ്യമ പ്രവർത്തന. ശ്രീ PM നാരായണൻ എങ്ങനെ കാണുന്നു ഇന്നത്തെ സിറ്റുവേഷനെ? പാകിസ്ഥാന് എന്തായിരിക്കും പാകിസ്ഥാനെ കാത്തിരിക്കുന്നതെന്നുള്ള കൃത്യമായ സൂചന ഇന്ന് പുലർച്ചെ ലഭിച്ചിട്ടുണ്ടാവും ആ 23 മിനിറ്റ് കൊണ്ട്. എന്നാലും സാമാന്യ ബുദ്ധി ഒരിക്കലും കാണിച്ചിട്ടില്ല എന്ന് അല്പം മുമ്പ് ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കാം പാകിസ്ഥാന്റെ അടുത്ത നടപടി? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗ്രാമത്തിലൊക്കെ വന്ന് അതിർത്തി കടന്നു വന്ന് ഷെല്ലിട്ടിട്ട് പോകാനുള്ള സാധ്യതയാണോ? ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഓർക്കണം. നമ്മൾ LOC കടന്നു പോയിട്ടില്ല, വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല. ഇവിടെ നിന്ന് പറന്ന് പൊങ്ങി ഇടേണ്ട സ്ഥലത്ത് ഇട്ടു. ശ്രീ പത്മനാഭൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ബ്രഹ്മോസ് ചെന്ന് വീണു, തീർന്നു. എന്താണ് ഇന്ന് രാജ്യാന്തര തലത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും ഇനി മുന്നോട്ട് എന്താവും എന്നുള്ളതും ശ്രീ PM നാരായണൻ. ഇന്നലെ നടന്നതിനെ കുറിച്ച് വ്യക്തമായി പലരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ഈ ചർച്ചയുടെ ഡിസ്കഷന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന്. ഞാനൊരു കഴിഞ്ഞ ഒരു 25 കൊല്ലമായിട്ട്, അതായത് 1999 മുതൽ ഈ ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ കാഠ്മണ്ഡു നിന്നുള്ള പ്ലെയിൻ ഹൈജാക്ക് ചെയ്തു, മൗലാന മസൂദിനെ അടച്ചതും, പാർലമെന്റ് അറ്റാക്കും, 2008 ബോംബെ ആക്രമണവും. ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിപ്പോകുന്ന അക്രമങ്ങളുടെ ഒരു പരമ്പര നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചർച്ചയുടെ ഹെഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് എന്നതാണ് എന്റെ ഉത്തരം. അതിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ 2001 കാലങ്ങളിലൊക്കെ അപ്പൊ മുഷറഫ് ഇവിടെ വന്ന് താജില്, അതായത് ആഗ്രയിൽ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വരികയും മീറ്റിംഗ് നടത്തുകയും മീറ്റിംഗിൽ ഒന്നും ഒപ്പുവെക്കാതെ വലിയ അഹങ്കാരത്തോടെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ജൂലൈ മാസത്തിൽ, ആ സെപ്റ്റംബറിലാണ്, 2001 സെപ്റ്റംബറിലാണ് നമ്മൾ അമേരിക്കയിലെ ഇരട്ട ടവറുകളിൽ അറ്റാക്ക് നടക്കുന്നത്.
അന്നാണ് പാകിസ്ഥാൻ ഒരു യൂട്ടേൺ എടുക്കുന്നത് ഇതിന്റെ ഭീകരവാദത്തിന്. അതുവരെ ഇന്ത്യ മാത്രമാണ് ലോകത്ത് പറഞ്ഞത്. വാജ്പേയി പറയുന്നത് എനിക്ക് നമ്മുടെ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ അന്നത്തെ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്ക് വളരെ ഭീഷണിയാണ്, ലോകത്തെ എല്ലാവർക്കും ഭീഷണിയാണ്. പക്ഷെ ആരും മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അമേരിക്കയ്ക്ക് 9/11 വന്നതിന് ശേഷമാണ് ലോകം അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്നാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ യൂട്ടേൺ നമ്മളും ഭീകരാക്രമണത്തിന്റെ ഇരകളാണ് എന്ന് പറഞ്ഞുള്ള നാടകങ്ങൾ തുടങ്ങിയത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഡൽഹിയിൽ വരുന്ന, അതായത് ഹുരിയത്ത് കോൺഫറൻസിന്റെ എല്ലാം നേതാക്കൾ ഡൽഹിയിൽ വന്നു. ഞാൻ ആദ്യം പോകുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക്. അതിനുശേഷമാണ് ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്ററിയോ പ്രൈം മിനിസ്റ്ററിയോ കാണുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഇപ്പം അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നേയില്ല. അപ്പൊ ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ആയുധപരമായിട്ടുള്ള ബലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യ കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ ഇപ്പൊ ഏകദേശം ഇന്ത്യയുടെ ആംസിന്റെ എക്സ്പോർട്ട് 30 ഇരട്ടിയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പല മേഖലയിലും സെൽഫ് സഫീഷ്യന്റ് ആണ് ഇപ്പോൾ ആയുധങ്ങൾ. പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, ആയുധങ്ങൾ സ്പെയർ പാർട്സ് വാങ്ങുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമാണ് ആ രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത്. മെയ് മാസം 9-ാം തീയതിയാണ് അവരുടെ IMF-ന്റെ ഒരു ലോണിന് വേണ്ടിയുള്ള മീറ്റിംഗ് സെറ്റ് ചെയ്തിരുന്നത്. ആ ലോണിൽ അവർക്ക് കിട്ടാൻ അവരാവശ്യപ്പെടുന്നത് $1.3 ബില്യൺ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടണം. അത് കിട്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ പലരും സൂചിച്ചതുപോലെ വലിയ ഇൻഫ്ലേഷനാണ് ഇപ്പോൾ കുറച്ച് തോന്നിയിട്ടുള്ളത്. വൻതോതിലുള്ള പണപ്പെരുപ്പമുണ്ട്. 21% ഇൻട്രസ്റ്റ്. $1.3 ബില്യൺ കാത്തിരിക്കുന്ന രാജ്യം. നമ്മുടെ റിസർവ് തന്നെ $630 ബില്യൺ. അപ്പൊ ഞാൻ ഈ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നതല്ല, ഒരു രാജ്യം എന്ന നിലയ്ക്ക്, ഒരു ജനത എന്ന നിലയ്ക്ക് സ്വയം പരാജയത്തിൽ നീങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അപ്പൊ ഈ ഇന്ത്യയുടെ ഇന്നത്തെ നിലപാടാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പാകിസ്ഥാനിലെ ജനതയോടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സർക്കാരിനോടോ അല്ല, ഇത് കൺവെൻഷണൽ വാറാണ്. നമുക്ക് യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലാണ്. അതൊരു കുടിൽ വ്യവസായമാണ്. ഈ മുസഫറാബാദിലെ ഒരുപാട് നമ്മുടെ ബസ് സർവീസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നതാണ് ശ്രീനഗർ മുസഫറാബാദിൽ. അവിടെയെല്ലാം ഈ കുടിൽ വ്യവസായം പോലെ ഇത്തരത്തിലുള്ള മർക്കസുകൾ കേട്ട് നമ്മൾ മദ്രസ എന്ന അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. കേരളത്തിൽ പറയുന്നത് മദ്രസ അർത്ഥത്തിലല്ല അത് പറയുന്നത്. ഇത് വളരെ വ്യക്തമായ സിലബസോട് മുമ്പേ അവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തും അതിനെക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് ഒരു രാജ്യത്തോടാണ് നമ്മളിപ്പോൾ യുദ്ധമല്ല ചെയ്യുന്നത്. ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ അത് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി ഫോറിൻ സെക്രട്ടറി പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷണൽ ആൻഡ് റെസ്പോൺസിബിൾ 4 വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് എസ്കലേറ്ററി അല്ല, ഇത് പ്രൊപ്പോർഷണലാണ്, ആനുപാതികമായി മാത്രമാണ്, വളരെ കാലിബ്രേറ്റഡ് ആണ്. അത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഒരു സെന്റൻസ് കൂടി അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസ് അവസാനിച്ചത്. ഇപ്പൊ ഇന്ത്യയുടെ നിലപാട് എന്ന് നോക്കുകയാണെങ്കിൽ, യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ തീവ്രവാദ കേന്ദ്രങ്ങളെ അടർത്തി കളയാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യും. പണ്ടത്തെ പോലെ ഇന്ത്യ അല്ല, ഇന്ന് അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നുള്ള വ്യക്തമായുള്ള സൂചനയാണ് ഇന്ന് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി പ്രസ് കോൺഫറൻസ് പറഞ്ഞത്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകുവാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദ്, അതേപോലെ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഇതുവരെ ഇന്ത്യ റിയാക്ട് ചെയ്തത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമാണ്. ഇന്നത്തെ 2 അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല, പഞ്ചാബ് എന്നത് പാകിസ്ഥാന്റെ ഹൃദയമാണ്. പഞ്ചാബിലും അതേപോലെ ലാഹോറിലും അടുത്തുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവായി തന്നെ വേണം നമുക്ക് കാണാൻ. ഞാൻ അങ്ങയിലേക്ക് വരാം. വളരെ കൃത്യമാണ് ഈ പറഞ്ഞത്. ഒന്ന്, ലഷ്കർ-എ തയ്യബയുടെ ആസ്ഥാനം മർക്കസ് തയ്യബ, പാക് പഞ്ചാബിലെ മുറിഡ്കയിൽ. 2, മർക്കസ് സുബാൻ അല്ല, ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ബഹാവൽപൂർ, പഞ്ചാബ്. 100 കിലോമീറ്റർ ഉള്ളിലാണ്. വളരെ പ്രിസിഷനോടുകൂടി സ്ട്രൈക്ക് ചെയ്ത് ബ്രിഗേഡിയർ N. ബാലൻ, ജയ് ഹിന്ദ്. എങ്ങനെ കാണുന്നു മാറിയ ഭാരതത്തെ, ഈ ഓപ്പറേഷനെ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ പ്രതികരണങ്ങളെക്കാൾ വളരെയധികം വ്യത്യസ്തമാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ആക്കവും കുറേ ആഴ്ചയിലും പല തലങ്ങളിലുമായിട്ടാണ് ഇതിൻ്റെ
പ്രവൃത്തികൾ ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ടെററിസം ഇങ്ങനെ ഒരു ആക്ഷൻ പ്ലാനിൽ മാത്രം ഒതുങ്ങി നിൽക്കും, അല്ല ഇങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രതികരണം കൊണ്ട് മാത്രം ഒതുങ്ങിപ്പോകും എന്നുള്ളത് ഒരു മിഥ്യാബോധമാണ്. പാകിസ്ഥാൻ എൻ്റെ സൈന്യബലവും നമ്മുടെ സൈന്യബലവും പാകിസ്ഥാൻ്റെ എക്കണോമിക് സ്ട്രെങ്തും നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ഉയർന്ന ഒരു പന്തിയിലായിരിക്കാം. എന്നാലും ടെററിസം എന്നുള്ളത് വലിയ അധികം ചെലവുള്ള ഒരു വ്യവസായമല്ല. ചെലവാക്കാൻ പറ്റും പല രാജ്യങ്ങൾക്കെതിരായിട്ട്, പക്ഷേ ഇതിനുവേണ്ടി സാമ്പത്തികമായിട്ട് അധികം ചെലവില്ല. വളരെയധികം ആളുകൾ വേണ്ട, കുറച്ചാളുകൾ മാത്രം മതി. അവർക്ക് കുറച്ച് തോക്കുകളോ അല്ലെങ്കിൽ കുറച്ച് മിലിറ്ററി എക്യുപ്മെൻറ്റ്സോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു വ്യവസായമായി നടത്തിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് ഈ ഒരു 2 അറ്റാക്ക് നടന്നു അല്ലെങ്കിൽ ഒരു 9 സ്ഥലത്ത് 12 സ്ഥലത്ത് നടത്തി ഇതിനകം കൊണ്ട് നമ്മൾ അതിൽ പരിമിതമാക്കരുത്. ഇതിനു വേണ്ടി നമ്മൾ ഒരു പദ്ധതി തന്നെ, ഒരു നീണ്ട ഒരു ദശവർഷക്കാലം അല്ലെങ്കിൽ 2 ദശവർഷക്കാലം ഉള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ടായിരിക്കും. അത് പാകിസ്ഥാൻ്റെ പല കാര്യങ്ങളെയും തളർത്തുകയും മാത്രമല്ല നമ്മൾക്ക് എങ്ങനെയും പ്രതികരിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും അതിനുള്ള കഴിവും ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കണം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ കാര്യം നടന്നു, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കാലത്തിൻ്റെ ഒഴുക്കിൽ മറവി സാധാരണമാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഈ നാഷണൽ സെക്യൂരിറ്റി, അതായത് ദേശീയ സുരക്ഷ എന്നുള്ളത്, ഈ വിഷയം ജനങ്ങളുടെ ഇടയിൽ ചർച്ചപ്പെടണം. സിവിൽ ഡിഫൻസിനെ പറ്റി കുറച്ച് പ്രതിവാദങ്ങളുണ്ടായി, കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ സിവിൽ ഡിഫൻസിനെ പറ്റി എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കണം. എത്ര കുട്ടികൾക്കറിയാം ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്? എത്ര കുട്ടികൾക്കറിയാം ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് ഉണ്ടാകണമെങ്കിൽ, അണുവായുധ ബോംബ് ഇടുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു വൂണ്ടിന്, ഒരു മുറിവ് വന്നാൽ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരാൾക്ക് ശ്വാസം മുട്ടലുണ്ടായാൽ എങ്ങനെ ഇതാകും? അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ഒരു പാഠ്യ വിഷയമാക്കി മാറ്റണം. മാത്രമല്ല സുരക്ഷ എന്നുള്ളത് പല തലങ്ങളിലും എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണമായിട്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടുണ്ട്. അത് ഇങ്ങനെ ടെററിസം ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി പ്രഖ്യാപിച്ചിട്ട് പട്ടാളത്തിന് പ്രത്യേക പവറുകളൊക്കെ കൊടുക്കും. അപ്പോൾ എപ്പോഴും പട്ടാളം വേണമെന്നല്ല, പലപ്പോഴും ഈ ആക്ടിൻ്റെ പല്ലുകൾക്കുള്ള മൂർച്ച കുറയ്ക്കാനുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഇത് എപ്പോഴും ഒരു മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് വെച്ചാൽ മാത്രമേ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഈ ടെററിസത്തിനുള്ള സപ്പോർട്ടൊക്കെ നശിക്കുകയുള്ളൂ. അത് എപ്പോഴും വേണം. പിന്നെ ബാഹ്യമായിട്ട് ഇനിയും വേറെയും തലങ്ങളിലുള്ള നമ്മളുടെ കഴിവുകൾ ഊർജ്ജസ്വലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു ദശവർഷക്കാലം പാകിസ്ഥാനെ 2 or 3 പ്രവിശ്യകളായിട്ട് ശിഥിലമാക്കിയാൽ മാത്രമേ ഇതിന് ഒരു അറുതി വരുമുള്ളൂ എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ശ്രീ പത്മനാഭൻ, 2 ചോദ്യം. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. നമ്മോട് സംസാരിച്ചു പോയ 2 ഓഫീസർമാരും അതല്ല. അവരെല്ലാം ചൂണ്ടിക്കാട്ടിയ ഒരു പോയിന്റിലേക്ക്, അതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക്, 2008 മുതൽ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ നാം ചെയ്തത് ഡോസിയർ ഉണ്ടാക്കി. ഡോസിയർ ഫയലുമായി പാകിസ്ഥാനിൽ പോയി, ഫയലുമായി UN പോയി, ഫയൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. പാകിസ്ഥാൻ കൂടുതൽ തെളിവ് ചോദിച്ചു, നമ്മൾ കൂടുതൽ തെളിവ് കൊടുത്തു. അങ്ങനെ നടന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, 1962 ഇന്ത്യയുടെ നിന്നും ചൈനയുടെ നിന്നും പറയുന്ന ഭൂവിഭാഗത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പ്രസംഗിച്ചും എഴുതിയും അന്ന് രാജ്യദ്രോഹം കാണിച്ചതൊഴിച്ചാൽ ശക്തമായ പ്രതിപക്ഷമുള്ള കാലത്തും യുദ്ധം വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിമാർക്ക് പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, ഒപ്പം നിന്നിരുന്നു. ഇന്ന് അത്തരമൊരു ഒരുമ, ഐക്യദാർഢ്യം ഭാരതത്തിലെ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, അതില് വളരെ കൗതുകരമായ വേറൊരു കാര്യമുണ്ട്. ഇന്ന് ശ്രീ AK ആന്റണി നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുവരെ
സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യക്ക് ഇത്രയേറെ വിദേശ രാജ്യ പിന്തുണ കിട്ടിയ ലോകാഭിപ്രായം ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ കാണിക്കുന്നത്? നമ്മളുടെ സൈനിക വിജയം മാത്രമല്ല, നമ്മുടെ നയതന്ത്ര വിജയം കൂടിയാണ് നമ്മൾ ഇവിടെ തെളിയിച്ചു കൊടുത്തത്. നമ്മളെ പട്ടാളക്കാരോട് ചെയ്ത അതേ രീതിയിലുള്ള അതിമഹത്തായ പ്രവർത്തനമാണ് ഡോക്ടർ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ടീം, നമ്മുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ ടീം, ഐക്യരാഷ്ട്രസഭയുടെ നമ്മളെ പ്രതിനിധികൾ, വിദേശ രാജ്യങ്ങളിലെ ഹൈക്കമ്മീഷൻ ഓഫീസുകളിലെ നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ, അവര് ലോകം മുഴുവനുള്ള അഭിപ്രായം ഭാരതത്തിന് അനുകൂലമായി തിരിച്ചു. നോക്കൂ, നമ്മൾ പട്ടാള നടപടിയിൽ വിജയിച്ചിട്ട് കാര്യമില്ല, മാത്രം കാര്യമില്ല. നമ്മുടെ നയതന്ത്ര രംഗത്ത് പരാജയപ്പെട്ടാൽ വി വിൽ ബി പിക്ചറൈസ്ഡ് ആസ് അറ്റാക്കേഴ്സ്, നമ്മൾ അക്രമകാരികളായി ചിത്രീകരിക്കപ്പെടും. അപ്പൊ ലോകം നമുക്കെതിരാവും. പക്ഷെ ഇവിടെ നോക്കൂ, ഇന്ത്യ കറക്റ്റായ രീതിയിൽ വളരെ പക്വമായി പാകതയോടുകൂടി, അതായത് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന തീവ്രവാദ അക്രമത്തിന് ആ തീവ്രവാദ കേന്ദ്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, അതായത് എന്താണോ ചികിത്സിക്കേണ്ടത് ആ ചികിത്സ എവിടെയാണോ അസുഖം അവിടെ മാത്രം ചികിത്സിച്ചുകൊണ്ട് ആ നടപടി നടത്തിയ ഭാരതത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. എ കെ ആന്റണി എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ വിജയമാണ് ആ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന എ കെ ആന്റണിക്ക് അത് പറയേണ്ടി വന്നു. പ്രതിപക്ഷം നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ നമ്മളെ ഇവിടെ രാജ്യം യുദ്ധങ്ങളെ നേരിട്ട സമയത്ത്, വെല്ലുവിളികളെ നേരിട്ട സമയത്ത്, പ്രത്യേകിച്ച് അടൽ ബിഹാരി വാജ്പേയി 71 യുദ്ധ കാലഘട്ടത്തിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗമൊക്കെ ഇന്നും ലോകം ഭാരതം ഓർക്കുകയാണ്. അപ്പോ ആ ഒരു പിന്തുണ കാർഗിൽ യുദ്ധത്തിലോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ടോ ലഭിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നാലും പൊതുവെ രാജ്യം ഒറ്റക്കെട്ടാണ്. ഇപ്പോ നിങ്ങൾ നോക്കൂ, ബാലാകോട്ടിൽ അടി നടന്നപ്പോൾ, ബാലാകോട്ടിൽ ഇന്ത്യ പാകിസ്ഥാന്റെ അവിടുത്തെ പാക് ഓക്കുപൈഡ് കാശ്മീരിലെ വനപ്രദേശത്തെ തീവ്രവാദ ക്യാമ്പിൽ കൃത്യമായി അടിച്ചപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു കുറെ മരങ്ങൾ നശിച്ചു, ഒന്നും നശിച്ചിട്ടില്ല എന്ന്. അത് ഏറ്റുപിടിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ബാലാകോട്ടിന് തെളിവ് ചോദിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ ഇന്ന് രാജ്യത്ത് ഉണ്ടോ എന്ന് തെളിവില്ല. ബാലാകോട്ടിന് തെളിവ് ചോദിച്ച ഡൽഹിയിലെ ഒരു മഹാൻ, അയാൾ ഇന്ന് എവിടെയാ ഉള്ളത് എന്ന് തെളിവില്ല. അതാണ് ആൾക്കാർ അയാൾ ജീവനോടുണ്ടോ മരിച്ചുപോയോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇത് എന്താണ് ശരി, ആര് ചെയ്യുന്നതാണ് ശരി എന്ന് ജനങ്ങള് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഏതു കാലഘട്ടത്തിലും ചില ആളുകൾ ചില നിലപാടുകൾ സ്വീകരിക്കും. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. 62 ചൈന യുദ്ധകാലത്ത് നിലപാട് സ്വീകരിച്ചവർ അത്തരത്തിലുള്ള ഇന്ന് എവിടെ എത്തി? ഇന്ന് അവരെവിടെ എത്തി? ചൂടുവെള്ളത്തിൽ വീണ ഐസ് കട്ട പോലെ അലിഞ്ഞില്ലാതായി. അപ്പൊ അത് ഈ രാജ്യത്ത് വരുന്ന മാറ്റമാണ് കാണിക്കുന്നത്. അപ്പോ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 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 എന്താ പറയുക, വികസിത രാജ്യം എന്ന നിലയിൽ നമ്മൾ എല്ലാ മേഖലയിലും പോകുന്നു. അതോടൊപ്പം നമ്മൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഇന്ന് മാവോയിസ്റ്റുകളെ ശരിയാക്കിയ ദിവസമാണ്. ഇപ്പൊ ഈ ബഹളത്തിൽ ആരും ശ്രദ്ധിക്കാത്തത്. അതെ ആ 16 ഈ വാർത്തയിൽ മുങ്ങിപ്പോയി. അതെ, ഛത്തീസ്ഗഡ് ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ തിരക്കിനിടയിൽ അവിടെ പ്രയാണത്തിന് ശരിയാക്കിയിട്ടുണ്ട്. അതായത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അമിത്ഷാ. 2026 മാർച്ച് 31, 2026 മാർച്ച് 31 തീർക്കുന്ന ചെയ്തു മാവോയിസ്റ്റുകൾ ഇല്ലാണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു ഭാഗത്ത് ആഭ്യന്തര സുരക്ഷ, നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നു. അതേ സമയത്ത് മനസ്സിലാക്കണം, പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ 600 ചില്ലുവാനും കിലോമീറ്റർ പ്രദേശം ഒന്നും ഫെൻസ് ചെയ്തിട്ടില്ല. എന്താ കാരണം? ബംഗാൾ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കാരണം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ 600 ചില്ലാൻ കിലോമീറ്റർ സ്ഥലത്ത് ഫെൻസിങ് നടന്നിട്ടില്ല. ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയാൽ ഇവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ നാളെ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ തെളിവില്ലാണ്ടാവും. പലരും തെളിവില്ലാണ്ട് അപ്രത്യക്ഷമാവുകയാണ് ഇപ്പം. മനസ്സിലാക്കിയാൽ മതി എന്നേ പറയാം. അങ്ങനെയൊക്കെ വരാം. കേണൽ രാജീവ് മനാലി, ജയ് ഹിന്ദ് സർ. സോറി ടു കീപ് യു വെയിറ്റിംഗ്.
വലിയൊരു അതിഥി പാനൽ തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങ് രാവിലെ മുതൽ തന്നെ ജനൻ ടി വിയോടൊപ്പം ഉണ്ട്. അവിടെ നടന്ന ആ പ്രിസിഷൻ സ്ട്രൈക്കിനെ വളരെ വിശദമായി അങ്ങ് വിലയിരുത്തിയിരുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഈ ഇന്നത്തെ ചർച്ച തന്നെ നയാ ഹിന്ദുസ്ഥാൻ ഹേ എന്നുള്ളതാണ്. ഇത് പുതിയ ഭാരതമാണ്. ഇത് കൊടുക്കുന്ന മറുപടികൾ വളരെ വ്യത്യസ്തമാണ്. 2008 അതായത് 1.5 പതിറ്റാണ്ട് കൊണ്ട് ഭാരതത്തിൻ്റെ രൂപവും ഭാവവും മാറിയിരിക്കുകയാണ്. ഈയൊരു സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത്, ഈയൊരു പിന്തുണ ഒരു ഭാഗത്ത്, ഈയൊരു ഉറച്ച നിലപാട്, ഇതൊരു മുൻ സൈനിക ഓഫീസർ എന്നുള്ള നിലയിൽ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു മുന്നോട്ടുള്ള ഭാരതത്തിൻ്റെ പ്രയാണത്തിൽ? ജയ് ഹിന്ദ്. ഞാൻ ഇതിനെ കാണുന്നത് ഒന്ന് ഒരു നല്ല ഒരു നേതൃനിര പൊളിറ്റിക്കലി അത് രാജ്യതന്ത്രജ്ഞതയാണ് ഞാനിവിടെ കാണുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എന്ത് പറയുമ്പോഴും എവിടെ പറഞ്ഞാലും അത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നു. അത് പിന്നെ അദ്ദേഹം ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മുടെ ആ ഒരു ഐഡിയ ആണ് ഇപ്പൊ നമ്മളെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇന്റേണലി പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതെല്ലാ രാഷ്ട്രങ്ങളിലും ഉള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പുതിയ ഭാരതം എന്ന് പറയുമ്പോൾ ഒന്ന് സാമ്പത്തികമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാമ്പത്തിക നേട്ടം വരും വർഷങ്ങളിൽ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരണം എന്ന് ഉള്ള ആഗ്രഹമുള്ള രാഷ്ട്രമാണ് നമ്മൾ. അപ്പോ അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയിലും അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഒരു രാഷ്ട്രത്തിനും സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടത്ര റിസോഴ്സസ് ഒരുക്കാൻ സാധിക്കാറില്ല. റിസോഴ്സസ് എപ്പോഴും കുറവായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ആ റിസോഴ്സസ് വെച്ച് 2 ഫ്രണ്ട്, 2.5 ഫ്രണ്ട്, 3 ഫ്രണ്ട് ഒക്കെ ഫേസ് ചെയ്യാൻ കഴിവുള്ള അതിനുവേണ്ട ആത്മബലമുള്ള ഒരു സേന ഒരു വശത്ത്, അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും കഴിവുള്ള ഒരു ക്യാബിനറ്റ്, ഒരു രാഷ്ട്രീയ നേതൃത്വം. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, എനിക്ക് മുമ്പ് സംസാരിച്ച് എല്ലാവരൊക്കെ പറയുകയുണ്ടായി, നമ്മുടെ നയതന്ത്ര വൈദഗ്ധ്യം വളരെ വ്യക്തമായി കാണുന്ന ദിനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞുപോയ ദിനങ്ങൾ. ഇന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ആരോടും എന്തും വളരെ വ്യക്തമായി, ഭംഗിയായി, വളരെ സരസമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ്. ഈ പ്രീച്ചിങ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് പാർട്ട്ണർഷിപ്പാണ് എന്ന് യൂറോപ്യൻ യൂണിയനോടും അവിടെയുള്ള രാഷ്ട്രങ്ങളോടും പറയാൻ ആ ചങ്കൂറ്റം മതി നമ്മളെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ. അപ്പോ ഇതൊരു ഐസൊലേറ്റഡ് ഒരു മൂവ്മെന്റ് അല്ല. ഞാൻ കാണുന്നത് ഇതൊരു ഒരു വെൽ പ്ലാൻഡ്, വെൽ ഓയിൽഡ് മെഷീനറിയാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഭാരതീയ സേന, തലപ്പത്ത് ഒരു വളരെ ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്തു പറയാൻ പലരും ശ്രമിച്ചിരുന്നു. അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഇന്റലിജൻസ് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇന്ന് വെളുപ്പിന് കൃത്യമായ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് ഭാരതീയ സേന പ്രത്യാക്രമണം നടത്തിയപ്പോൾ അവിടെ ഇന്റലിജൻസ് വളരെ സുശക്തമായിരുന്നു. കൃത്യമായ ഇന്റലിജൻസ് ഇല്ലാതെ ഇത്ര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല. അപ്പോൾ ആ ഇന്റലിജൻസ് നമ്മുടെ വിഭാഗവും വളരെ ശക്തമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വെളുപ്പിന് നടന്നത്. ഇപ്പോൾ ഇന്റലിജൻസിനെ എഴുത്തള്ളാനാവില്ല. ഇന്റലിജൻസും വേണ്ട ശക്തിയുള്ള ഒരു ഘടകമായിട്ട്, രാഷ്ട്ര നിർമ്മാണ ഘടകമായിട്ട് നിലകൊള്ളുന്നു. അപ്പോ വീക്ക്നെസ്സസ് ഉണ്ട്, നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ വീക്ക്നെസ്സസ് ഓരോന്നായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്കത് ഇപ്പോ ഒരു
there's a lot of difference between statesmanship and normal governance. ഇന്ന് നമ്മളിവിടെ കാണുന്നത്, വളരെ കൃത്യമായിട്ട് കാണുന്നത് രാജ്യതന്ത്രജ്ഞതയാണ്. അതാണ് എടുത്തു പറയേണ്ടത്. അപ്പൊ രാജ്യതന്ത്രജ്ഞത ഇവിടെ വരുന്നു, ബാക്കിയുള്ള ഘടകങ്ങൾ അനുകൂലമാക്കാനുള്ള കഴിവ് ആ ഭരണാധികാരിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ഗോപകുമാർ സാർ, രണ്ട് തലത്തിൽ ഇത് കാണണം. ഒന്ന്, മാറിയ ഭാരതം. ഇത് കേവലം ഇവിടെ കയറി കാണിച്ച മിസ്അഡ്വെഞ്ചർ എന്നൊക്കെ പറഞ്ഞത് വളരെ ചെറിയ വാക്കായി പോകും. ഇവിടെ കയറി അവർ കാട്ടിക്കൂട്ടിയ ഈ ഒരു നിഷ്ഠൂരമായ ആക്രമണത്തിന് ഉള്ള മറുപടി, എണ്ണിച്ചുട്ട മറുപടി. രണ്ട്, നയതന്ത്ര തലത്തിൽ, ലോക ഭൂപടത്തിൽ ഭാരതം പറഞ്ഞതിനൊപ്പം ലോകം നിൽക്കുന്നു. ചൈന പോലും കടുപ്പിച്ചൊന്നും പറയാതെ, ഭാരതത്തിനെതിരെ ഒന്നും മിണ്ടാതെ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചൈനയും പരസ്യമായിട്ടെങ്കിലും നിഷ്പക്ഷത പാലിക്കുന്നു. ഈ ഒരു ശക്തി, ഈ ഒരു കരുത്തിൽ നിന്നുകൊണ്ടാണ് ഭാരതം മറ്റ് പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുന്നത്, വികസിത ഭാരതം എന്നുള്ള സ്വപ്നവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലും ഇപ്പോൾ ശ്രീപത്മനാഭൻ തുടങ്ങി നമ്മുടെ ആർമി ഓഫീസേഴ്സ് വരെ ചൂണ്ടിക്കാട്ടി ഒന്ന്, ഈ പാകിസ്ഥാൻ ഒരു 4-5 കഷ്ണമാക്കി അവിടെ ഇവിടെയും ആക്കാതെ ഇത് നന്നാവില്ല എന്നും അവർ ഇനിയും മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുമെന്നും സൂയിസൈഡൽ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഇത്തരം അഭ്യാസങ്ങൾക്ക് ഇറക്കി പുറപ്പെടുകയും ചോദിച്ചു വാങ്ങുകയും ചെയ്യുമെന്നുള്ളപ്പോൾ ഭാരതം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ചോദ്യവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല, ഒരു വികസിത രാഷ്ട്രമാകാനുള്ള ശക്തമായ ദിശാബോധമുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വാസ്തവത്തിൽ ഇപ്പോഴിങ്ങനൊരു സംഭവം ഉണ്ടായത് നമുക്ക് കുറച്ച് വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം ബാക്കി എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് അനുകൂലമായ കാഴ്ചപ്പാടുകൾ. കാരണം ഈ ബുദ്ധിമുട്ടിനിടയിലും ഇന്നലെയാണ് അന്താരാഷ്ട്ര രംഗത്തുള്ള കണക്കുകൾ കാണിക്കുന്നത്, നമ്മൾ ജപ്പാനെ കടത്തിവെട്ടി ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും. അപ്പോൾ ഇത്രയും നല്ല ഒരു ശക്തമായ ഒരു പുരോഗതിയുടെ ഒരു പ്രയാണം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് നമുക്ക് യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സോഫ്റ്റ് പവർ ആവാനാണ്. സോഫ്റ്റ് പവർ എന്ന അന്തർദേശീയ ബന്ധങ്ങളിൽ പറയുന്നത്, ഇപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. പവറിന് ആവശ്യത്തിനുള്ള പൊസഷൻ വേണം, ആയുധങ്ങൾ മാത്രമല്ല മാനുഷിക വിഭവശേഷി വേണം. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു ധാരണ വേണം, അതിനെ പെർസെപ്ഷൻ എന്ന് പറയും. മൂന്നാമതായി ഭാരതം തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും. അത് സാമ്പത്തിക ശക്തിയായാലും സൈനിക ശക്തിയായാലും സാമൂഹിക പുരോഗതി ആയാലും വിദ്യാഭ്യാസ രംഗത്തെ മാറ്റമായാലും ഒരു ശക്തമായ മിഡിൽ ക്ലാസ്സായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ലോകത്ത് വന്നത്, ചൈനയും ഇന്ത്യയും വന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഈ സോഫ്റ്റ് പവറിനകത്ത് പവർ മാത്രമല്ല, സോഫ്റ്റ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള സാംസ്കാരിക ശക്തിയാണ്, ഒരു സിവിലൈസേഷണൽ പവറാണ്, ആ കൾച്ചറിൻ്റെ ശക്തിയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയാണ്, നല്ലൊരു മിഡിൽ ക്ലാസിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് യാതൊരു സംശയവുമില്ല, നമ്മൾ യുദ്ധത്തിനല്ല നമ്മൾ തയ്യാറാകുന്നത്. നമ്മൾ നാഷണൽ സെക്യൂരിറ്റിയാണ് നമ്മുടെ പ്രധാനം. ഇത്രയും പവറുള്ള രാജ്യത്തിന് നാഷണൽ സെക്യൂരിറ്റിയും പ്രധാനമാണ്. അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ടഫ് നെയ്ബർഹുഡ്. നമ്മുടെ ഗതികേടോ നിർഭാഗ്യവുമാണ് നമുക്കിങ്ങനെ ഒരു ടഫ് നെയ്ബർഹുഡ് ഉണ്ടായി. ഇത് വിദേശ രാജ്യങ്ങൾ മനസ്സിലാക്കാൻ ഒത്തിരി കാലമെടുത്തു. ശീതസമരകാലത്ത് അവർ ഒട്ടും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന അമേരിക്ക പോലും പാകിസ്ഥാന് വേണ്ടി തീവ്രവാദം വളർത്താൻ ഒരുപാട് സാമ്പത്തിക സഹായം കൊടുത്തു. മുഷറഫ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് സെപ്റ്റംബർ 11 നടന്നതിന് ശേഷം എത്ര കോടി ഡോളറാണ് പാകിസ്ഥാന് ലഭിച്ചത്. ആ പണമെല്ലാം തീവ്രവാദികളുടെ സഹകരണ സംഘം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചു. അപ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് ഇങ്ങനെ തീവ്രവാദ ഒരു തീവ്രവാദത്തിന് അടിസ്ഥാനപ്പെടുത്തി തീവ്രവാദമാണ് വിദേശ നയമെന്നും അതാണ് ദേശീയ താല്പര്യമെന്നും പരിഗണിക്കുന്ന ഒരു രാഷ്ട്രം
അതിനെ പല രീതിയിൽ നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട്, തെമ്മാടി രാഷ്ട്രം എന്നുൾപ്പെടെ വിളിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര ചതിയിൽ കൂടി മാത്രം പ്രവർത്തിക്കുന്ന രാജ്യം ആ മറുവശത്തുള്ളപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നാഷണൽ സെക്യൂരിറ്റി ശ്രദ്ധിക്കണം. ലോകത്തിലെ വലിയൊരു ശക്തി സാമ്പത്തികമായി മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ വലിയൊരു ശക്തിയല്ലേ. അപ്പോൾ ആ ഭൂമിശാസ്ത്രപരമായുള്ള ലാൻഡിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇവിടെ ബംഗ്ലാദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ തന്നെ നമുക്ക് ചില മേഖലകളിൽ പൂർണ്ണമായ അതിർത്തി കെട്ടാൻ പറ്റാത്ത മാർഷിയായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ചെളിക്കുണ്ട് ഉപദ്രവിക്കുന്ന രീതിയിൽ നമുക്കവിടെ ഒരു വ്യക്തമായ പെട്രോളിങ്ങിന് ബുദ്ധിമുട്ടുള്ള മേഖലയുണ്ട്. അപ്പോൾ ഇത്രയും പാടുപെട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ചുറ്റുപാട് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനെ നമ്മൾ നിയന്ത്രിക്കണം. പാകിസ്ഥാനെ നമ്മുടെ സെക്യൂരിറ്റി എത്ര ശക്തമാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് രാവിലെ കൊടുത്ത പ്രഹരം, അതിൽ നിന്ന് യുക്തിഭദ്രമായി അവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാതെ അവർ നിൽക്കും, കുറച്ചു കാലത്തേക്കെങ്കിലും നിൽക്കും. പക്ഷേ അവരുടെ ഒരു സംസ്കാരവും പാരമ്പര്യവും വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത തീരെ കുറവാണ്. ഒരു കാര്യം കൂടി പറയാം, പാകിസ്ഥാൻ 4-5 പിളർന്നു പോയേക്കാം എന്നുള്ളതൊരു പക്ഷേ അതൊരു വസ്തുതയായി വരാം. കാരണം ബലൂചിസ്ഥാൻ നമുക്കറിയാം, താലിബാൻ പാകിസ്ഥാൻ നമുക്കറിയാം. ഇത്രത്തോളം തീവ്രവാദികൾ വളർത്തിയതിൻ്റെ ഫലമായി പുതിയ ട്രൈബൽ ഗ്രൂപ്പ്സ്, സോട്ട് വാലി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കുഴപ്പങ്ങൾ പാകിസ്ഥാനുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പല കഷ്ണങ്ങളായി മുറിഞ്ഞു പോയാലും അപ്പോഴും നമ്മുടെ ദേശീയ സുരക്ഷ കൂടുതൽ വൾണറബിളാകും. മിഡിൽ ഈസ്റ്റിലെ പോലെ മറ്റൊരു ഹമാസിൻ്റെ രാഷ്ട്രീയം നമ്മുടെ ഉപഭൂഖണ്ഡത്തിൽ വരാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാകിസ്ഥാനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു സമാധാനത്തിൻ്റെ ഒലിവ് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും തയ്യാറായെന്ന് മാത്രമല്ല, ഇന്ത്യയെ, ഭാരതത്തെ അവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബൂട്ട മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ടു ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts. ഇങ്ങനെ വിചാരിക്കുന്ന ഒരു രാജ്യത്തിനോടാണ് നമ്മൾ ഇടപെടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അവർ തകർന്നാലും കുഴപ്പം, അവർ നിന്നാലും കുഴപ്പം. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. കാരണം ഐക്യരാഷ്ട്രസഭ ദുർബലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പാകിസ്ഥാനെ നേരായ രീതിയിൽ കൊണ്ടുവരാൻ ആർക്കും കഴിയാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് മറുവശത്ത് എല്ലാ രാജ്യങ്ങളും നമ്മളോടൊപ്പം അനുകമ്പയോടുകൂടിയും നമുക്ക് പിന്തുണ നൽകുന്നു. കാരണം അതിൻ്റെ നെറ്റ്വർക്കിംഗ് ഐക്യരാഷ്ട്രസഭയ്ക്കപ്പുറം G20 ഉൾപ്പെടെയുള്ള പല മേഖലകളിലും, ബ്രിക്സ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ അംഗീകാരം നേരത്തെ ഞാൻ പറഞ്ഞ സോഫ്റ്റ് പവറിൻ്റെ ശക്തിയാണ്. ഈ സോഫ്റ്റ് പവറിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ന്യൂക്ലിയർ നോ ഫസ്റ്റ് യൂസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആണവ ആയുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളതിലും സംശയമില്ല. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ചലഞ്ചായിട്ട്, ബുദ്ധിമുട്ടും വെല്ലുവിളിയും നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. സാമാന്യ ബുദ്ധിയില്ല, യുക്തിബോധമില്ല, നിലപാടുകളില്ല, സ്വന്തം രക്ഷയെക്കുറിച്ച്, സ്വന്തം പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ബോധമില്ല, സ്വന്തം നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തയില്ല, വികസനത്തെക്കുറിച്ച് ആലോചനയില്ല. സൂയിസൈഡൽ എന്ന് പറയാവുന്ന ഈ ഒരു രാഷ്ട്രത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഇതൊരു വലിയ വെല്ലുവിളി തന്നെയല്ലേ ഇവരുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ? പാകിസ്ഥാന്റെ DNA ഒരുപാട് പ്രശ്നമുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ രാജ്യത്തിന്റെ ജനനം മുതൽ ഇന്ന് വരെ അത് വളർന്നു വന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ്. അതിന്റെ പ്രോബ്ലംസ് അതിനകത്തുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഈ ഒരു ഇന്റർനാഷണൽ ഒരു ടെംപ്ലേറ്റിൽ കോൺടാക്റ്റുകൾ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തത് അന്ന് തന്നെ പ്രധാനമന്ത്രി മോദി ഓപ്പറേഷണൽ ഫ്രീഡം നമ്മുടെ ആർമിക്ക് കൊടുത്തത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ നടക്കാൻ പോകുന്നത്. അത് ആർമി അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നുള്ളതും അത് ഏത് സക്സസ്ഫുൾ ചെയ്യുന്നതും എല്ലാവരും. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അതായിരുന്നു അവരുടെ ഒരു മെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് സോവിയറ്റ് യൂണിയനിൽ നിന്നും റഷ്യയെ തുരത്താൻ വേണ്ടി അമേരിക്ക അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പാകിസ്ഥാന് കൊടുത്ത ധനവും ആയുധവും ഉപയോഗിച്ചാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ പിന്നീട് അത് താലിബാനായും മുജാഹിദീനായും പിന്നെ ഈ 1989 90-കളിലെല്ലാം ഈ കാശ്മീരിലേക്ക് പടർന്നിട്ടുള്ള തീവ്രവാദമായി പക്ഷേ പരിണമിച്ച് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ. അപ്പം ലോകത്തെ ഒരു തീവ്രവാദത്തിന്റെ കച്ചവട രാജ്യമാണ് ശരിക്കും പാകിസ്ഥാൻ. അതിന്റെ പ്രധാനമായിട്ടും അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയും അവിടുത്തെ ചില ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. സിവിലിയൻ ഗവൺമെന്റിന് അതിലത്ര വലിയ പ്രാധാന്യമില്ല. ഇങ്ങനെയുള്ള ഒരു കോൺടെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ ചൈന മാത്രമാണ്.
അതിനൊരു കാരണം ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് സിപെക് എന്നുള്ള കോറിഡോർ നമുക്ക് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏറ്റവും വലിയ ഇൻവെസ്റ്ററും ചൈനയിലാണ്. ഏകദേശം $52 ബില്യൺ ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ കൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 370 വിഡ്രോ ചെയ്ത സമയത്ത് ചൈന ഇത്രയും പ്രൊവോക്ക് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായി നമ്മൾ കാണേണ്ടത്. ഈ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ളൊരു ഒരു ഐക്യുലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ എപ്പോഴും ഇന്ത്യക്ക് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഒരു ഐക്യുലേഷൻ പാകിസ്ഥാൻ എപ്പോഴും ഒരു തണലായിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഐക്യുലേഷൻ മാറുകയും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈന എന്നുള്ള രീതിയിൽ അത് മാറുകയും ചെയ്തതുകൊണ്ട് പാകിസ്ഥാന്റെ ആ പ്രഭാവം ലോകത്തിലുള്ള ആ പ്രഭാവം കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ശക്തി എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ ആം സ്റ്റേറ്റ്. അപ്പൊ ലോകമാധ്യമങ്ങളെല്ലാം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് രണ്ടും ന്യൂക്ലിയർ ആം സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചില അഡ്വാൻറ്റേജിന്റെ ബലത്തിലാണ് ഈ രാജ്യം ഇത്രയും കാലം നിലനിന്ന് പോകുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ആദ്യം പറഞ്ഞ ഈ ഒരു DNA പ്രശ്നമുണ്ട് രാജ്യത്തിന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുന്നത്. അത് എത്രത്തോളം പെട്ടെന്ന് അതിന്റെ സിവിലിയൻ ഗവൺമെന്റ് ഇപ്പൊ നോക്കും, ഇമ്രാൻഖാൻ 2-3 വർഷമായിട്ട് തടവിലാണ്. ബലൂചിസ്ഥാനിൽ വലിയ പ്രോബ്ലങ്ങൾ നടക്കുന്നുണ്ട്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നത് പാകിസ്ഥാൻ ആർമിക്കെതിരെ ഉള്ള ഏറ്റവും ഇന്ത്യൻ ആർമിയെക്കാളും കൂടുതൽ പാകിസ്ഥാൻ ആർമി ഭയപ്പെടുന്നത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെയാണ്. ഇപ്പം പാകിസ്ഥാനിലെ തന്നെ പഞ്ചാബും സിന്ധും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. അപ്പം ഈ സിന്ധു നദീജലം സസ്പെൻഡ് ചെയ്തത് ഏറ്റവും വലിയ കോൺഫ്ലിക്ട് ഉണ്ടാവാൻ പോകുന്നത് പാകിസ്ഥാനിലെ ഈ പഞ്ചാബിനും സിന്ധുവിനും ഇടയ്ക്കാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ആ രാജ്യം ഒരു സ്വയം തിരിച്ചറിവിലേക്ക് പോവുകയും ഈ ഭീകരവാദ കച്ചവടങ്ങളെല്ലാം മാറ്റി നിർത്തി ഒരു രാജ്യമായി പരിണമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടെ സ്വൈരമായി ജീവിക്കാം. അതല്ല എങ്കിൽ ഈ സംഗതികൾ തുടർന്നുകൊണ്ടിരിക്കും. പാകിസ്ഥാനിലെ സ്ലീപ്പർ സെല്ലെല്ലാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെ കരുതിയിരിക്കേണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ നാരായണൻ, അങ്ങനെയൊക്കെ തിരിച്ചെത്താം. ബ്രിഗേഡിയർ N. ബാലൻ, ഗോപകുമാർ സാർ പറയുന്നത് ഇതിനെ 4ആക്കി മുറിച്ചാലും കാര്യമില്ല, കാര്യം ഇതൊക്കെ അവിടെ തന്നെ കിടക്കുകയാണല്ലോ ഈ ശല്യം എന്നുള്ള ഫാക്ടേഴ്സ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്നത്തെ സേനാ വിഭാഗങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ഓപ്പറേഷണൽ ഫ്രീഡം, അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം, അവർക്ക് കൊടുക്കുന്ന ആത്മധൈര്യം, അവർക്ക് കൊടുക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികവുമായ പിന്തുണ, അതൊരു വലിയ ഘടകമല്ലേ ഇങ്ങനെ തലയുയർത്തി നമുക്ക് നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ? തീർച്ചയായും ഞാൻ പണ്ട് പറഞ്ഞതുപോലെ എല്ലാ രാജ്യത്തിനും ഒരു സൈന്യമുണ്ട്. ആ സൈന്യം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാനും സുരക്ഷിതത്വം ഉറപ്പുതരാനും ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഘടകമാണ്, അവിഭാജ്യമായിട്ടുള്ള. അതിനെ എപ്പോഴും പോഷീകരിക്കുകയും വളർത്തുകയും കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മനോബലവും ആത്മധൈര്യവും വർദ്ധിക്കും. അത് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും അവരുടെ പട്ടാളം നമ്മളുടെ പട്ടാളം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എണ്ണത്തിൽ മാത്രമല്ല, അതിൻ്റെ രാജ്യത്തിന് തന്നെ ഒരു കരുത്തുണ്ട്. പാകിസ്ഥാൻ എന്തുമാത്രമുണ്ട്, അവരുടെ ഒരു ഇതിഹാസം, ഒരു ഹിസ്റ്ററി എത്രയുണ്ട്? വളരെ കുറച്ച്, 80 വർഷത്തിന് പോലും ഇല്ല. പക്ഷേ ഇന്ത്യ ഒരു സിവിലൈസേഷനാണ്. ഇന്ത്യയുടെ ആളുകൾ ഒരു ധാർമ്മിക ബോധമുള്ളവരും ഒരു ഐക്യബോധമുള്ളവരും വളരെയധികം സംസ്കാരമുള്ള ഒരു ജനതയാണ് ഇന്ത്യൻ. അപ്പോൾ പാകിസ്ഥാനെ നമ്മൾ ഒരു പരിധിക്കപ്പുറം കാണേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാകിസ്ഥാനെ ശിഥിലീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ നമ്മൾ ഒരു പാഠം പഠിക്കാനുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ശാശ്വതമായ ശത്രുതയോ സൗഹൃദമോ ഇല്ല. ശാശ്വതമായിട്ടുള്ളത് ദേശീയ താല്പര്യങ്ങൾ മാത്രം. നമ്മുടെ ദേശീയ താല്പര്യം ഇപ്പോൾ പ്രാധാന്യം അറിയിക്കുന്നത് സുരക്ഷിതത്വമാണ്. അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുള്ളൂ. നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് ആന്തരിക കലാപങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തുള്ള ഒരു ടെററിസ്റ്റ് ആക്ഷനോ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ അധികം സാമ്പത്തിക ഭദ്രത ഉണ്ടാകില്ല. വലിയ വലിയ കമ്പനികളോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോ അവർ ഇവിടെ വന്ന് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സുരക്ഷയ്ക്ക് ഒരു വിലയുണ്ട്. അപ്പോൾ ആ വില നമ്മൾ കൽപ്പിച്ച് നമ്മൾ അതിനു വേണ്ടി എപ്പോഴും സജ്ജമായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും എല്ലാ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും
ഓരോ പരിവർത്തനങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വളരെയധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ആളുകളുടെ സമീപനം തന്നെ ഈ ടെക്നോളജിയായിട്ട് വളരെ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. അപ്പോൾ ടെക്നോളജിക്കൽ ഇതിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ യുദ്ധത്തിൻ്റെ തന്നെ പുതിയ പുതിയ തുറകൾ നമ്മൾ തുറക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനുമായിട്ട്. സൈബർ വാർഫെയർ. അപ്പോൾ ഈ സൈബർ വാർഫെയർ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളത് പ്രയോഗിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അങ്ങനെ പല പല പോയിന്റുകളിലും നമ്മൾ പാകിസ്ഥാൻ്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അവർ ചുരുങ്ങും. ഇപ്പോൾ റഷ്യ തന്നെ ഇവിടെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്താണ് ചെയ്യുന്നത്? അവർക്ക് വേണ്ടത് ക്രിമിയ എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. അവർക്ക് ഇൻഡസ്ട്രിയലായിട്ടും അവിടുത്തെ ഓഷ്യൻസ് ഡൊമിനേറ്റ് ചെയ്യാനായിട്ടും ട്രേഡ് ഡൊമിനേറ്റ് ചെയ്യാനായിട്ടും ക്രിമിയ എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവർ പലപ്പോഴും അതിനെ കീഴടക്കുകയും വിട്ടുകൊടുക്കുകയും പിന്നെയും കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഈ ക്രിമിയ എന്ന് പറയുന്ന ആ ദേശത്തോട് ചേർന്ന് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയവൽക്കരണം നടത്തി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, അതായത് പാകിസ്ഥാൻ പിടിച്ചടക്കി വെച്ചിട്ടുള്ള കാശ്മീരിൽ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതി നമ്മൾ ഉണ്ടാക്കണം. സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ അതുപോലെ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ ബലൂചിസ്ഥാനിൽ അങ്ങനെ ഒരു ഇപ്പോൾ ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്ക് അനുകൂലമായിട്ട്. അത് നമ്മൾ എപ്പോഴും നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു സുരക്ഷയുടെ ഒരു ലെവൽ കൂടും. പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാമെന്ന് ഒരു വാദം അത് തെറ്റായിരിക്കും. വേറൊരു രാജ്യം വന്ന് അത് മുതലെടുക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന തലങ്ങളിലെ വളരെയധികം ഉയർന്ന ഒരു തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, ആവിഷ്കരിക്കുന്നത്. ദേശീയ സുരക്ഷയുടെ ഓരോ കരങ്ങളും നമ്മളുടെ മർദ്ദനങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നത് പണ്ടത്തെക്കാളും ഊർജ്ജസ്വലമായിട്ടാണ്. അത് ഇനിയും തുടരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അത് തുടരാനായിട്ട് നമ്മളെപ്പോഴും ഒരു കരുതലോടെ ഇരിക്കണം. സുരക്ഷയുടെ കാര്യം ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം കവലകളിലും ബുക്കുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ സുരക്ഷയുടെ കാര്യം ചർച്ച ചെയ്യണം. എന്നാലേ ആളുകൾ അതിൽ ബോധവൽക്കരണം ഉണ്ടാകുകയുള്ളൂ. എല്ലാവർക്കും ബോധവൽക്കരണം ഉണ്ടായി എന്നാലേ അത് കുറേ നാളുകൾ അതിൻ്റെ ഒരു ലൈഫ് ഉണ്ടാകുള്ളൂ ആ സബ്ജക്റ്റിൻ്റെ. എന്നാൽ മാത്രമേ നമ്മുടെ സുരക്ഷിത ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്പെഷ്യൽ എഡിഷൻ ജനം ഡിബേറ്റിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ പലതരം ചിന്തകൾ പങ്കുവച്ചു, ആശങ്കകൾ പങ്കുവച്ചു, നാളെ എങ്ങോട്ട് എന്നാലോചിച്ചു. ശ്രീപത്മനാഭൻ, അല്പം മുമ്പ് നാം സ്ക്രീനിൽ കണ്ട വീഡിയോ എന്ന് പറയുന്നത് മുസഫറാബാദിൽ നിന്നുള്ളതാണ്. യാക്കൂബ് മുഗൾ എന്ന് പറയുന്ന തീവ്രവാദി കൊല്ലപ്പെട്ടു. ആ കബറടക്ക ചടങ്ങിൽ വന്ന് നിരന്ന് നിൽക്കുന്നത് ISI ഓഫീസേഴ്സും പോലീസ് ഓഫീസേഴ്സുമാണ്. മറ്റൊരു ദൃശ്യം പുറത്തു വന്നത് കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ പോലും നിഷേധിച്ചിട്ടില്ല എവിടെയൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്തതെന്ന്. ടെറർ ക്യാമ്പുകളിൽ മാത്രം. അവിടെ പരിക്കേറ്റവരെ അനുകമ്പയോടുകൂടി സന്ദർശിക്കുന്ന യൂണിഫോം ഇട്ട പാക് ഓഫീസർമാർ. ഇവരിൽ നിന്ന് ഇവരെന്ത് പാഠം പഠിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ശ്രീപത്മനാഭൻ. പാകിസ്ഥാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കാരണം എന്നെ തല്ലണ്ട അമ്മാമ്മ, ഞാൻ നന്നാവൂല എന്ന സിദ്ധാന്തക്കാരൻ. നമ്മൾ അവരെ ഈ പറഞ്ഞ പോലെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം. പാകിസ്ഥാനെ 2 or 3 കഷ്ടമാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതോടൊപ്പം നമ്മൾ നമ്മളുടെ ആഭ്യന്തര സുരക്ഷയിലും നമ്മളുടെ അതിർത്തി സംരക്ഷണത്തിലും 0 ടോളറൻസ് എന്ന സിദ്ധാന്തം നടപ്പിലാക്കണം. ഇന്ത്യ ഒരു ടഫ് സ്റ്റേറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലും നമ്മളുടെ അതിർത്തി സംരക്ഷണ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത, ഒരു കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ആ വക കാര്യങ്ങളിൽ കർശനമായി പെരുമാറുന്ന ഒരു രാജ്യമായിരിക്കും. അങ്ങനെ നിന്നാൽ മാത്രമേ ഈ 3-4 രാജ്യങ്ങളുടെ നടുവിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. മഹാത്മാഗാന്ധിയുടെ അഹിംസ അത് തീവ്രവാദികളോടും രാജ്യവിരുദ്ധരോടും ഉള്ള നയമല്ല. മഹാത്മാഗാന്ധിജി തന്നെ അത് അങ്ങനെയല്ല പറഞ്ഞത്. അതുകൊണ്ട് അഹിംസ എന്നത് പറയുന്നത് ഭാരതത്തിന്റെ സിദ്ധാന്തമാണ്. പക്ഷെ അത് ആരോടാണ്? അത് ഈ രാജ്യത്തെ പൊതുസമൂഹത്തോടുള്ള സിദ്ധാന്തമാണ്. പക്ഷേ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട് കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ അയൽവാസികളുടെ ഇടയിൽ, നമുക്ക്
സധൈര്യം മുന്നോട്ട് പോകാൻ റൈറ്റ്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. 30 സെക്കൻഡ്സ് ഗോപകുമാർ സാർ. തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയോടെ നിൽക്കുക, നമ്മുടെ ദേശസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, നമ്മൾ ഏത് അടിയന്തര ഘട്ടങ്ങളെയും നേരിടാനുള്ള ധൈര്യം ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കുക, പൊതുസമൂഹത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുക. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അതിനുള്ള എല്ലാ ജാഗ്രതയും രാജ്യവും ജനങ്ങളും പൊതുസമൂഹവും തയ്യാറാവുക. അതാണ് ഈ സമയത്ത് വേണ്ടത്. ബ്രിഗേഡിയർ ബാലൻ. ഇന്നുള്ള നമ്മുടെ നേട്ടങ്ങൾ ശ്ലാഘനീയമാണ്. അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അതിന് തെളിവുകളൊന്നും ചോദിക്കരുത്. മാത്രമല്ല ഇനിയും നമ്മൾ വീണ്ടും പ്രഹരിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷാബോധം കൂടുതൽ പൗരന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഇന്ന് പഹൽഗാമാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും വരുന്നത്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. 2001 മുതൽ 10 വർഷക്കാലം അഫ്ഗാനിസ്ഥാനിൽ നാറ്റോ സഖ്യത്തിലും അമേരിക്കയ്ക്കും ഒപ്പം ചേർന്നുകൊണ്ട് ഒസാമ ബിൻ ലാഡൻ തെരഞ്ഞു നടന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ തെരഞ്ഞു 2011 പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉസാമ ബിൻ ലാഡനെ പിടിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഹിപ്പോക്രസി ലോകം തിരിച്ചറിയുന്നു. ഇന്ത്യ വളരെ മുമ്പിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന് തിരിച്ചറിയാൻ സാധിച്ചത് ആ സമയത്താണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ ലോകം ഇന്ത്യക്കൊപ്പം. റൈറ്റ്. എല്ലാവർക്കും നന്ദി. ഏ നയാ ഹിന്ദുസ്ഥാൻ ഹൈ. ഉറച്ച പ്രഖ്യാപനവുമായി ഭാരതം. ഈ ചർച്ച സ്പെഷ്യൽ എഡിഷൻ ഇവിടെ സമാപിക്കുകയാണ്. അല്പസമയത്തിനകം ജനം ടുനൈറ്റിന്റെ സ്പെഷ്യൽ എഡിഷനുമായി രോഹിണി മഹേഷ് ചേരും. നമസ്തേ, നന്ദി, ജയ് ഹിന്ദ്.